Okay, so we can start today's session. നമ്മൾ ഇന്നത്തെ സെഷൻ സിമ്പിൾ ലീനിയർ റിഗ്രഷൻ മോഡൽ അതിൽ ഫസ്റ്റ് ഏരിയ ആയിട്ട് വരുന്ന അസംഷൻസ് ഓഫ് ദ റിഗ്രഷൻ മോഡലാണ് നമ്മൾ ഇന്ന് ഡീൽ ചെയ്യുന്നത്. ഞാൻ അതിന് മുമ്പ് ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ ആയിട്ട് പറയാണ്, നമ്മുടെ എക്കണോമിക്സിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇനിയുള്ള നമ്മുടെ ഫ്യൂച്ചർ സ്റ്റഡീസിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയയാണ് റിഗ്രഷൻ എന്നുള്ളത്. എസ്പെഷ്യലി ഇഫ് യു ആർ ഓപ്റ്റിംഗ് എ ഗുഡ് യൂണിവേഴ്സിറ്റി, അവിടെ സ്വാഭാവികമായിട്ടും എന്തുണ്ടാവും, എക്കണോമെട്രിക്സിന് വലിയൊരു ഇമ്പോർട്ടൻസ് ഉണ്ടാവും. നോർമലി നമ്മൾ എക്കണോമെട്രിക്സിൻ്റെ അണ്ടറിലാണ് റിഗ്രഷൻ മോഡൽ പഠിക്കാറുള്ളത്. ആൻഡ് നിങ്ങൾ ഒരു അതർ ദാൻ അക്കാഡമിക്സ്, നോർമലി നമുക്കറിയാം പി എച്ച് ഡി എന്ന് പറയുന്നൊരു ഓപ്ഷൻ അവിടെ ഉണ്ട്. അപ്പം ഞാനൊക്കെ ട്രൈ ചെയ്യുന്ന പോലെ അതർ ദാൻ പി എച്ച് ഡി നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഡാറ്റ അനാലിസിസ് ആവട്ടെ, അല്ലെങ്കിൽ ഒരുപാട് ഒരുപാട് ഏരിയാസ് നമുക്കുണ്ട്. ഇപ്പം ഇന്നലെ ഇങ്ങനൊരു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു അഡ്വർടൈസ്മെൻറ്റ് കണ്ടിരുന്നു. യു എന്നിൻ്റെ ക്ലൈമറ്റ് വിങ്ങിലേക്ക് 8 ഇക്കണോമിസ്റ്റുകൾ ആവശ്യമുണ്ടെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഈ 8 ഇക്കണോമിസ്റ്റുകളും അല്ലെങ്കിൽ 8 ഇക്കണോമിസ്റ്റുകൾ ഉദ്ദേശിക്കുന്ന ആരെയാണ്? നോർമലി എക്കണോമിക്സിൽ പി ജി കഴിഞ്ഞിട്ടുള്ള, ക്ലൈമറ്റിൽ പി എച്ച് ഡി എടുത്തിട്ടുള്ള, അല്ലെങ്കിൽ എക്കണോമിക്സിൽ പി ജി കഴിഞ്ഞിട്ടുള്ള ആളുകളെ അവർ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അവർക്കും നമുക്കും വേണ്ടത് എന്താണ്? സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ അത് എക്കണോമെട്രിക്സിൽ ധാരണയുള്ള, എസ്റ്റിമേഷനെ പറ്റിയിട്ട് ധാരണയുള്ള, റിഗ്രഷനെ പറ്റിയിട്ട് ധാരണയുള്ള ആളുകളെയാണ്. നമുക്ക് സി യു ടി പോയിന്റ് ഓഫ് വ്യൂവിൽ അല്ലെങ്കിൽ കോമ്പറ്റേറ്റീവ് എക്സാമിൽ, ഇന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുന്ന കോമ്പറ്റേറ്റീവ് എക്സാമിൻ്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ പറയുകയാണെങ്കിൽ, ഒരു പഴയ സമയത്ത് ഒരു ബിഫോർ 2018 നിങ്ങൾ ഏത് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുകയാണെങ്കിലും നമുക്ക് എക്കണോമെട്രിക്സിന് വലിയ ഇമ്പോർട്ടൻസ് ഇല്ല. എത്രത്തോളം എന്ന് പറഞ്ഞാൽ, ഇപ്പം നിങ്ങളൊക്കെ നോർമലി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന കുട്ടികളാണല്ലോ, അല്ലെങ്കിൽ കേരളത്തിലുള്ള ഏത് യൂണിവേഴ്സിറ്റി ആയിക്കൊള്ളട്ടെ. പുറത്ത് പഠിക്കുന്നവരും പഠിച്ചവരുണ്ട് കേട്ടോ, ഇതിൽ 3-4 ആളുകളുണ്ട്, ജാമ്യന്നും ഡിയുന്നും ഒക്കെ. അതല്ലാണ്ട് നോർമലി കേരളത്തിൽ നിന്ന് പഠിച്ച കുട്ടികളോട് പറയുകയാണെങ്കിൽ, ഞാൻ എൻ്റെ ഡിഗ്രി കഴിയുന്നത് 2020-ലാണ് മങ്കട ഗവൺമെൻറ് കോളേജിൽ നിന്ന്. ഈ 2020 വരെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിൻ്റെ അണ്ടറിൽ എക്കണോമെട്രിക്സ് എന്ന് പറഞ്ഞ സബ്ജക്റ്റ് ഇല്ല. 2021-ലാണ് എക്കണോമെട്രിക്സ് അവർ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. പക്ഷേ 2018 ആയപ്പോഴേക്ക് ഇന്ത്യയിലുള്ള ഓൾമോസ്റ്റ് എല്ലാ കോമ്പറ്റേറ്റീവ് എക്സാമുകളുടെയും പ്രധാനപ്പെട്ട ഒരു ഏരിയ, ഒരു പാർട്ടായിട്ട് നമുക്ക് കാണാൻ പറ്റും എക്കണോമെട്രിക്സിനെ. ഇനി നെറ്റ് എക്സാമിൻ്റെ കേസിൽ പറയുകയാണെങ്കിൽ, നെറ്റ് എക്സാം ഞാനിവിടെ മെൻഷൻ ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, നോർമലി NTA ആണ്, നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയാണ് യു ജി സി നെറ്റും CUET ഒക്കെ നടത്തുന്നത്. അപ്പോൾ നോർമലി നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റുന്ന പാറ്റേൺ എന്താണെന്ന് വെച്ചാൽ, നെറ്റ് എക്സാമിന് ചോദിച്ചിട്ടുള്ള, എക്കണോമിക്സ് നെറ്റ് എക്സാമിന് ചോദിച്ചിട്ടുള്ള സെയിം ക്വസ്റ്റ്യൻസ് തന്നെ CUET PG എക്സാമിനും ചോദിക്കാറുണ്ട്. ഞാൻ അതുകൊണ്ടാണ് കേട്ടോ ആ ഒരു കൺസിഡറേഷൻ നടത്തുന്നത്. എസ്പെഷ്യലി ഞാനൊക്കെ നെറ്റിന് പ്രിപ്പയർ ചെയ്യുന്നതുകൊണ്ട് പറയാണ്. ഈ എക്കണോമിക്സിൻ്റെ കേസിൽ നമുക്ക് വളരെ ഡയറക്റ്റായിട്ട് തന്നെ പറയാൻ പറ്റും, ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് ഒരു 2020-ക്ക് ശേഷം, എനിക്ക് തോന്നുന്നു 2020 സൈക്കിളിൽ 10 ക്വസ്റ്റ്യൻസ്, ആകെ 100 ക്വസ്റ്റ്യനേ ഉള്ളൂ, അതിൻ്റെ 10% ക്വസ്റ്റ്യൻസ് ഇക്കണോമെട്രിക്സ് എന്ന്, അതിൽ 7 ക്വസ്റ്റ്യൻസും റിഗ്രഷൻ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അത്രയും ഇമ്പോർട്ടൻ്റ് ആണ് റിഗ്രഷൻ അനാലിസിസ് എന്നർത്ഥം. നമുക്കൊരിക്കലും വലിയൊരു കാൽക്കുലേഷൻ അല്ലെങ്കിൽ കാൽക്കുലേറ്റിംഗ് പ്രോബ്ലംസ് ഒന്നും റിഗ്രഷൻ എന്ന് ചോദിക്കില്ല. തിയററ്റിക്കൽ ക്വസ്റ്റ്യൻസ് ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണെന്ന്, അല്ലെങ്കിൽ നമ്മൾ ജസ്റ്റ് പ്രധാനപ്പെട്ട 7 അസംഷൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതോട് കൂടി തന്നെ റിഗ്രഷൻ കംപ്ലീറ്റ് ആവും. നമുക്ക് നെക്സ്റ്റ് ഒരു സെഷൻ നമ്മൾ കാര്യമായിട്ട് ഉദ്ദേശിക്കുക, നമ്മൾ ഇന്നൊരു 5-6 MCQs ചെയ്യണം എന്നെ ടൈം ഉണ്ടെങ്കിൽ, നോമ്പാണെന്ന് അറിയാം, എന്നാലും അതല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, നെക്സ്റ്റ് സെഷനിൽ ഒന്നും കൂടി റിഗ്രഷൻ്റെ ഒന്നും കൂടി ഒരു OLS, ഓർഡിനറി ലീസ്റ്റ് സ്ക്വയർ മെത്തേഡിൻ്റെ ബ്ലൂ പ്രോപ്പർട്ടീസിനെ പറ്റി നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്ത ഏരിയ തന്നെ ആയിരിക്കും. പക്ഷെ ഒന്നും കൂടി എക്സാമിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കുന്ന സമയത്ത് നമ്മൾ കാണുന്ന ചില പോയിന്റ്സ് ഉണ്ട്, അതൊന്ന് ക്ലിയർ ചെയ്യുന്ന ഒരു സെഷനും കൂടി നമുക്ക് വെക്കാം. അതോടെ നമുക്ക് റിഗ്രഷൻ്റെ ഏരിയ കംപ്ലീറ്റ് ആവും. അപ്പോൾ നമുക്ക് ജസ്റ്റ് സിമ്പിൾ റിഗ്രഷൻ മോഡലിലേക്ക് കിടക്കാം. സോ വാട്ട് ഈസ് റിഗ്രഷൻ? റിഗ്രഷൻ എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഇതൊരു സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂളാണ് used in economics to analyze the relationship between two or more variables. രണ്ടോ അതിലധികമോ വേരിയബിൾസ് തമ്മിലുള്ള, ഒരു ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ ഉണ്ടാവും, ഒരു ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ ഉണ്ടാവും, അല്ലെങ്കിൽ ഒന്നിലധികം ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ ഉണ്ടാവും, ഒരു ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ ഉണ്ടാവും. ഇത് തമ്മിലുള്ള റിലേഷൻഷിപ്പ് അനലൈസ് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നിക്ക് അല്ലെങ്കിൽ ടൂളാണ് എന്ത്, റിഗ്രഷൻ എന്നുള്ളത്. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, നമുക്ക് എക്കണോമിക്സിൽ നോർമലി അറിയാം, ദർ ഇസ് എ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ പ്രൈസ് ആൻഡ് ക്വാണ്ടിറ്റി ഡിമാൻഡ്. എന്താണ്? പ്രൈസ് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ക്വാണ്ടിറ്റി ഡിമാൻഡ് ഡിക്രീസ് ആവും.
പ്രൈസ് ഡിക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ക്വാണ്ടിറ്റി ഡിമാൻഡ് ഇൻക്രീസ് ആവും. ഇതൊരു നോർമലി നമ്മൾ പറയാറുള്ള ഇക്കണോമിക്സിലെ ഒരു തിയറിയാണ് അല്ലേ. അപ്പോൾ ഇവിടെയാണ് റിഗ്രഷൻ വർക്ക് ചെയ്യുന്നത്. അതായത് പ്രൈസ്, ക്വാണ്ടിറ്റി, ഡിമാൻഡ്. അപ്പോൾ പ്രൈസിൽ വരുന്ന വേരിയേഷൻസ് ആണ് ക്വാണ്ടിറ്റി ഡിമാൻഡിൽ വേരിയേഷൻസ് ഉണ്ടാക്കുന്നത് എന്നുണ്ടെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അല്ലെങ്കിൽ എത്ര പ്രൈസ് 5 കൂടിയാൽ ക്വാണ്ടിറ്റി ഡിമാൻഡ് എത്ര കൂടുന്നുണ്ട് എന്നുള്ള ആ ഒരു റിലേഷൻഷിപ്പിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, റിഗ്രഷനിൽ പഠിക്കുന്നത്. അത് ഒരു പക്ഷേ സിംഗിൾ റിഗ്രഷൻ ആവാം, വിച്ച് മീൻസ് വൺ വേരിയബിൾ ആവാം, മൾട്ടിപ്പിൾ ആവാം, 1, 2, 3, 4, 5 വേരിയബിൾസ് ഒരു പെർട്ടിക്കുലർ വേരിയബിളിനെ ഡിറ്റർമിൻ ചെയ്യുന്നതാവാം, ഒക്കെ ആവാം. നമ്മളതിനെ മൾട്ടിപ്പിൾ റിഗ്രഷൻ എന്നും സിമ്പിൾ ലീനിയർ റിഗ്രഷൻ എന്നൊക്കെ നമ്മൾ എന്ത് ചെയ്യും, പറയും എന്നുള്ളതാണ്. സോ ഇറ്റ് ഹെൽപ്സ് ദ ഇക്കണോമിസ്റ്റ്സ് ടു അനലൈസ് ഓർ അണ്ടർസ്റ്റാൻഡ് ഹൗ വൺ വേരിയബിൾ വിച്ച് ഈസ് കാൾഡ് ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ is influenced by one or more other explanatory variable, which means independent variable. നമ്മൾ ഡീറ്റെയിൽ ആയി ഡിസ്കസ് ചെയ്യട്ടോ, ജസ്റ്റ് ഇൻട്രൊഡക്ഷൻ തരികയാണ്. നമ്മൾ പറഞ്ഞു എന്ത്, പ്രൈസും ഉണ്ട്, ക്വാണ്ടിറ്റി ഡിമാൻഡും ഉണ്ട്. ഓക്കെ, അപ്പോൾ ഈ പ്രൈസാണ് എന്ത് ചെയ്യുന്നത്, ക്വാണ്ടിറ്റി ഡിമാൻഡിനെ ഡിറ്റർമിൻ അല്ലെ, പ്രൈസിൽ വരുന്ന വേരിയേഷൻ, പ്രൈസ് കുറയുന്നുണ്ടോ പ്രൈസ് കൂടുന്നുണ്ടോ നോക്കിയിട്ടാണ് ക്വാണ്ടിറ്റി ഡിമാൻഡിൽ ചേഞ്ചസ് വരുന്നത്. അപ്പോൾ ഈ പ്രൈസിൻ്റെ വേരിയബിളിനെയാണ് നമ്മൾ എന്ത് പറയുക, ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ എന്ന് പറയാം. അതുപോലെ തന്നെ ഈ ക്വാണ്ടിറ്റി ഡിമാൻഡിൻ്റെ വേരിയബിളിനാണ് നമ്മൾ എന്ത് പറയാം, ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ എന്ന് പറയാം. സോ റിഗ്രഷൻ ഈസ് വൈഡ്ലി യൂസ്ഡ് ഫോർ ഫോർകാസ്റ്റിംഗ്, പോളിസി അനാലിസിസ്, ടെസ്റ്റിംഗ് ഇക്കണോമിക് തിയറീസ് ആൻഡ് എക്സെട്ര. വലിയ രീതിയിൽ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് എന്നർത്ഥം. ഓക്കെ, സോറി ഞാൻ ഇവിടെ പറഞ്ഞു മാറിപ്പോയില്ലേ. ഓക്കെ, അതായത് നമുക്കിവിടെ എന്തുണ്ട്, ക്വാണ്ടിറ്റി ഡിമാൻഡും ഉണ്ട്, പ്രൈസും ഉണ്ട്. ക്വാണ്ടിറ്റി ഡിമാൻഡഡ് ഈസ് എ ഫങ്ഷൻ ഓഫ് പ്രൈസ്, അല്ലെങ്കിൽ കൺസംഷൻ ഈസ് എ ഫങ്ഷൻ ഓഫ്, നമുക്ക് എന്ത് പറയാൻ പറ്റും, പ്രൈസ്, അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഈസ് എ ഫങ്ഷൻ ഓഫ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്, ഇതൊക്കെ നമ്മൾ പറയൂലേ. അപ്പോൾ ഇവിടുത്തെ കേസിലാണെങ്കിൽ കൺസംഷൻ അല്ലെങ്കിൽ ഈ കൺസംഷൻ ആണെന്ത്, അല്ലെങ്കിൽ ഈ ഏരിയയാണ് നമ്മൾ എന്ത് പറയുക, ഡിപ്പെൻഡൻറ്റ് ഏരിയ എന്ന് പറയാം. ഈ ഏരിയയാണ് ഡിപ്പെൻഡൻറ്റ്, ഈ ഏരിയയാണ് എന്ത്, ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ. ഓക്കെ, ഞാൻ ജസ്റ്റ് നേരത്തെ പറഞ്ഞപ്പോൾ ഒന്ന് മാറിപ്പോയിരുന്നു, അതൊന്ന് ക്ലിയർ ചെയ്യണം കേട്ടോ. ഓക്കെ, ഇനി നമ്മൾ പോകുകയാണ്. നമ്മൾ ജസ്റ്റ് ഒരു നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഞാൻ കൺസംഷൻ തിയറി എടുത്തിട്ടുണ്ട്. സപ്പോസ് വാട്ട് ഈസ് കൺസംഷൻ തിയറി? നമുക്കറിയാം കൺസംഷൻ തിയറി എന്താണെന്നുള്ളത്. നമുക്കറിയാം കൺസംഷൻ തിയറി എന്താണെന്നുള്ളത്. സി ഈസ് എ ഫങ്ഷൻ ഓഫ്, എന്താണ് ഫെബിന, കൺസംഷൻ എന്തിൻ്റെ ഫങ്ഷനാണ്? ഓട്ടോണോമസ്. ഓക്കെ, അതവിടെ ഉണ്ട്. അതിൽ ഓട്ടോണമസ് നമ്മൾ ഫങ്ഷന് പറയൂല. ഫങ്ഷൻ മീൻസ് എന്തിനെയാണ് കൺസംഷൻ, ഫങ്ഷൻ ഓഫ് ഇൻകം. ഇൻകം. യെസ്, കൺസംഷൻ എന്താണ്, ഫങ്ഷൻ ഓഫ് ഇൻകം. ഇൻകത്തിൽ വരുന്ന ചേഞ്ചസ് അനുസരിച്ചാണ് എന്ത് ചെയ്യുക, നമുക്ക് എന്ത് ചെയ്യുക, കൺസംഷൻ. അപ്പം നമ്മൾ അതിനൊരു ഒരു ഇക്കണോമെട്രിക്സ് അനാലിസിസിൽ, ഒരു റിഗ്രഷൻ അനാലിസിസിൽ സംസാരിക്കാൻ പോവാണ്. ഓക്കെ, സോ സപ്പോസ് ആൻ ഇക്കണോമിസ്റ്റ്സ് വാണ്ട് ടു സ്റ്റഡി ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഇൻകം ആൻഡ് കൺസംഷൻ. ഇൻകവും കൺസംഷനും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്താണ്, ദാറ്റ് ഈസ് കാൾഡ് കൺസംഷൻ ഫംഗ്ഷൻ അല്ലേ. സോ ഇക്കണോമിക്സ്റ്റ് എന്ത് ചെയ്തു, ഒരുപാട് ആളുകളെ ഡാറ്റ കളക്ട് ചെയ്തു. ഇപ്പോൾ നഈമയുടേത് കളക്ട് ചെയ്തു, ഫെബിനയുടേത് കളക്ട് ചെയ്തു, ഹർഷാനയുടേത് കളക്ട് ചെയ്തു, ഫഹ്സാനയുടേത് കളക്ട് ചെയ്തു, ഫായിസിൻ്റെ കളക്ട് ചെയ്തു, ഒരുപാട് ആളുകളുടെ ഇൻകം കളക്ട് ചെയ്തു. അതുപോലെ തന്നെ ഓരോരുത്തരുടെയും എക്സ്പെൻഡിച്ചർ, അതായത് ഫെബിന മറിയം എന്ന് പറയുന്ന കുട്ടി ഒരു 10,000 രൂപ ഇൻകം കിട്ടുന്ന സമയത്ത് ഷീ ഈസ് സ്പെൻഡിങ് 5,000 റുപ്പീസ്. ഫവാസ് എന്ന് പറയുന്ന ആൾ 2,000 രൂപ ഇൻകം കിട്ടുന്ന സമയത്ത് ഹീ ഈസ് സ്പെൻഡിങ് 1,500 റുപ്പീസ്. അങ്ങനെയുള്ള ഒരുപാട് റിലേഷൻഷിപ്പ് എടുത്തു. അങ്ങനെ അയാൾ എന്ത് ചെയ്തു, റിഗ്രഷൻ അനാലിസിസ് പ്രകാരം ഒരു മാത്തമാറ്റിക്കൽ ഇക്വേഷൻ ഉണ്ടാക്കി. കൺസംഷൻ ഈസ് ഈക്വൽ ടു ആൽഫ പ്ലസ് ബീറ്റ ഇൻറ്റു ഇൻകം പ്ലസ് ഈ നമ്മൾ പറയുന്നത് എന്താ വെച്ചാൽ എപ്സിലൻ എന്നാണ് പറയുക. അതായത് എറർ ടേമിനെയാണ് നമ്മൾ സൂചിപ്പിക്കുന്നത്. ഇനി ജസ്റ്റ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം കേട്ടോ ഇതെന്താന്നുള്ളത്. കൺസംഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒന്ന് ആൽഫ. ആൽഫ എന്താണ്? ആൽഫ ഈസ് ഓട്ടോണമസ് കൺസംഷൻ. ഇപ്പോൾ എൻ്റെ ഇൻകം 0 ആണ്, എനിക്ക് ഇൻകം ഇല്ല, എൻ്റെ ഫാമിലിക്ക് ഇൻകം ഇല്ല. ഇൻകം 0 ആണെങ്കിൽ അവിടെ കൺസംഷൻ ഉണ്ടാവും, നമ്മൾ കടം വാങ്ങേണ്ടി വരും, അല്ലെങ്കിൽ പാസ്റ്റ് സേവിങ്സ് ഉണ്ടാവും, പാസ്റ്റ് സേവിങ്സിന് എടുക്കേണ്ടി വരും. ആ കൺസംഷനാണ് ഓട്ടോണമസ് കൺസംഷൻ ആയിട്ടുള്ള ആൽഫ.
ഇനി ബീറ്റ എന്ന് പറഞ്ഞാലോ, അല്ലെങ്കിൽ ഇൻകം നമുക്ക് അവിടെ ഉണ്ട്. ബീറ്റ എന്ന് പറഞ്ഞാൽ ഇൻകത്തിൽ വരുന്ന ചേഞ്ച് അനുസരിച്ച് നമ്മളെ കൺസംഷനിൽ വരുന്ന ചേഞ്ചസിനെയാണ് നമ്മൾ എന്ത് പറയുക, ബീറ്റ എന്ന് പറയുക. സോ ബീറ്റ ഈസ് ദ കോഎഫിഷ്യൻറ്റ് ഇൻഡിക്കേറ്റിംഗ് ഹൗ മച്ച് ദ കൺസംഷൻ ചേഞ്ചസ് ഫോർ 1 യൂണിറ്റ് ഇൻക്രീസ് ഇൻ ദ ഇൻകം. അതാണെന്ത് ബീറ്റ എന്നുള്ളത്. ഇ എന്ന് പറഞ്ഞാൽ എന്താണ്, അത് എപ്സിലൻ ആണ്, വിച്ച് മീൻസ് എറർ ടേംസ്. അതായത് നമ്മൾ ഈ ഒരു തിയറി ഉണ്ടാക്കുന്ന സമയത്ത് എന്തെങ്കിലും ചേഞ്ചസ്, എന്തെങ്കിലും ഒമിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയുക, ഈ എറർ ടേംസ് ആയിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇനി ഇതേ കാര്യമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കൺസംഷൻ ഫംഗ്ഷൻ ആയിട്ട് എഴുതുന്നത്. കൺസംഷൻ ഫംഗ്ഷൻ ഈസ് ഈക്വൽ ടു എ പ്ലസ് ബി വൈ. ഇത് കെയ്നീഷ്യൻ കൺസംഷൻ ഫംഗ്ഷൻ ആണ്, നിങ്ങൾ മാക്രോയിൽ പഠിച്ചിട്ടുണ്ടാവും. കൺസംഷൻ ഈസ് ഈക്വൽ ടു എ എന്താണ്, എ എന്താണ്, എ ഈസ് ഓട്ടോണമസ് കൺസംഷൻ, റൈറ്റ്. ബി എന്താണ്, മാർജിനൽ പ്രൊപ്പൻസിറ്റി ടു കൺസ്യൂം, അതാണ് ബീറ്റ എന്ന് പറയുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, എം പി സി ഡെഫിനിഷൻ അല്ലേ ഇത്, കൺസംഷൻ ചേഞ്ചസ് 1 യൂണിറ്റ് ഇൻക്രീസ് ഇൻ ഇൻകം. 1 യൂണിറ്റ് ഇൻകത്തിൽ ചേഞ്ച് വരുന്ന സമയത്ത് കൺസംഷനിൽ ഉണ്ടാകുന്ന ചേഞ്ച് ആണെന്ത് നമ്മൾ എം പി സി ആയിട്ട് പറയാറുള്ളത്. അപ്പോൾ ബീറ്റ ആണെന്ത് ഇവിടുത്തെ എം പി സി, വൈ ആണെന്ത് ഇവിടുത്തെ ഇൻകം. അപ്പോൾ ഇതൊരു സിമ്പിൾ റിഗ്രഷൻ മോഡലാണ്, എക്കണോമിക്സിലുള്ള ഒരു സിമ്പിൾ റിഗ്രഷൻ മോഡൽ. ഇനി റിഗ്രഷൻ വാല്യൂ ബീറ്റ, ബീറ്റ ഈസ് ഈക്വൽ ടു 0.8. ബീറ്റ ഈസ് ഈക്വൽ ടു 0.8 എന്ന് പറയുന്ന അർത്ഥം എന്താണ്, ബീറ്റൻ്റെ ഇവിടുത്തെ ബീറ്റ എന്താണ്, എം പി സി ആണല്ലേ. സോ എം പി സി ഈസ് ഈക്വൽ ടു 0.8 എന്ന് പറഞ്ഞാൽ എന്താണ്, 1 റുപ്പീസ് ഇൻകത്തിൽ ഇൻക്രീസ് ഉണ്ടായി കഴിഞ്ഞാൽ 0.8 റുപ്പീസ് എന്തുണ്ടാവും, കൺസംഷനിൽ ഇൻക്രീസ് ഉണ്ടാവും. അപ്പോൾ ഇതാണ് ഇവിടുത്തെ എന്ത്, ഇവിടുത്തെ ഇന്റർസെപ്റ്റ്. 2 ഇന്റർസെപ്റ്റ് ഉണ്ട്. ഇതാണ് ഇവിടുത്തെ ഇന്റർസെപ്റ്റ് ആൽഫ, ബീറ്റ ആണ് ഇവിടുത്തെ കോഎഫിഷ്യന്റ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തുണ്ട്, ഇൻകം എന്താണ് ഇവിടുത്തെ ഇൻഡിപെൻഡന്റ് വേരിയബിൾ ആണ്. ഇൻഡിപെൻഡന്റ് വേരിയബിൾ ഡിപ്പെൻഡ് ചെയ്യുന്ന വേരിയബിൾ എന്താണ്, കൺസംഷൻ ആണ്. ഇനി എന്തുകൊണ്ടാണ് ഇൻഡിപെൻഡന്റ് വേരിയബിൾ ഡിപ്പെൻഡന്റ് വേരിയബിൾ നമ്മൾ പറയാനുള്ള കാരണം, ഡിപ്പെൻഡന്റ് വേരിയബിൾ കൺസംഷൻ സ്വയം ഒന്നും ഡിറ്റർമിൻ ചെയ്യുന്നില്ല. കൺസംഷന്റെ വാല്യൂസ് ഈസ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ഇൻകംസ് വാല്യൂ. ഇൻകത്തിൽ വരുന്ന ചേഞ്ചസിനനുസരിച്ചാണ് കൺസംഷന്റെ വാല്യൂ ഉള്ളത്. അതുകൊണ്ടാണ് നമ്മൾ കൺസംഷൻ എന്ത് പറയുന്നത്, ഡിപ്പെൻഡന്റ് വേരിയബിൾ എന്നും ഇൻകത്തിനെ ഇൻഡിപെൻഡന്റ് വേരിയബിൾ എന്നും പറയുന്നത്. ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ. ഇത് ക്ലിയർ ആണോ ഫെബിന? Yes, sir. Okay, then we can move to the simple regression model. Simple linear regression model equation ആണ് yi is equal to beta 0 plus beta 1 xi plus ui. നമുക്ക് ബീറ്റ 0ക്ക് പകരം നിങ്ങൾ ചില സമയത്ത് ആൽഫ 0 ഒക്കെ ഉണ്ടാവും കേട്ടോ. അതിൽ കാര്യമൊന്നുമില്ല, ജസ്റ്റ് വേരിയബിൾസ് ചേഞ്ച് ആക്കാവുന്നേ ഉള്ളൂ. എങ്ങനെയാണ്, yi is equal to beta 0 plus beta 1 xi plus ui. ഇനി ഇതിൽ ഓരോന്ന് എന്താന്ന് നോക്കാം. yi എന്താണ്, ഇറ്റ് ഈസ് കാൾഡ് ഡിപ്പെൻഡന്റ്. ഞാൻ ഇവിടെ തന്നെ എഴുതുന്നുണ്ട് കേട്ടോ, അതായിരിക്കും ബെറ്റർ. yi എന്താണ്, yi ഈസ് കാൾഡ് ഡിപ്പെൻഡന്റ് വേരിയബിൾ. ബീറ്റ 0 എന്താണ്, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഓട്ടോണമസ് വേരിയബിൾ ആണെന്ത് ബീറ്റ 0, അതായത് വാല്യൂ ഓഫ് y വെൻ x ഈസ് 0. ഇനി കൺസംഷൻ ഫംഗ്ഷനിൽ c ഈസ് ഈക്വൽ ടു a പ്ലസ് ബി വൈ. ഇതിൽ a എന്താണ്, കൺസംഷൻ വെൻ ഇൻകം ഈസ് 0. ഇൻകം 0 ആകുന്ന സമയത്തും അവിടെ ഉണ്ടാവുന്ന കൺസംഷൻ ആണെന്ത് a കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടുത്തെ കേസിലും എക്സ് 0 ആകുന്ന സമയത്ത്, എക്സിൻ്റെ വാല്യൂ 0 ആകുന്ന സമയത്തും വൈനുണ്ടാവുന്ന വാല്യൂ ആണെന്ത് നമ്മൾ ഈ പറയുന്ന ബീറ്റ 0 കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നിങ്ങളൊന്ന് കണക്ട് ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ. ഇനി ബീറ്റ 1 എന്ന് പറഞ്ഞാലോ സ്ലോപ്പ് കോഎഫിഷ്യൻ്റ് ആണ്. അതായത് എക്സിൽ വരുന്ന ചേഞ്ചസ് കാരണം വൈയിൽ വരുന്ന ചേഞ്ചസിനെ നമ്മൾ മെഷർ ചെയ്യുന്നതാണെന്ത് ബീറ്റ 1. ബീറ്റ 1 എന്താണ്, സ്ലോപ്പ് കോഎഫിഷ്യൻ്റ് ആണ്. അതുപോലെ മെഷേഴ്സ് ദ ചേഞ്ചസ് ഇൻ വൈ ഫോർ 1 യൂണിറ്റ് ചേഞ്ച് ഇൻ ദ എക്സ്. കൺസംഷൻ ഫംഗ്ഷൻ എടുക്കുകയാണെങ്കിലോ ഇവിടുത്തെ എക്സ് ഏതാണ്, ഇൻകം ആണ് എക്സ്, വൈ ആണെന്ത് കൺസംഷൻ
അല്ലേ? അപ്പോൾ എക്സിൽ വരുന്ന ചേഞ്ചസ് വൈയിൽ എത്ര ചേഞ്ചസ് വരുത്തുന്നുണ്ട്, അതിന് നമ്മൾ കൺസംഷൻ ഫംഗ്ഷനിൽ MPC എന്ന് പറയും. നമ്മളൊരു നോർമൽ ഒരു കോമൺ റിഗ്രഷൻ ഫംഗ്ഷൻ എഴുതുന്ന സമയത്ത് നമ്മളതിനെന്ത് പറയും? സ്ലോപ്പ് കോയഫിഷ്യൻ്റ് എന്ന് പറയും. ലാസ്റ്റുള്ള UI ആണെന്ത്? നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുള്ള എപ്സിലൻ. എപ്സിലൻ എന്ന് പറഞ്ഞാൽ എന്താണ്? റെപ്രസെൻ്റ് ദ എറർ ടേം. നമ്മൾ ഈ ഒരു ഫംഗ്ഷൻ ഉണ്ടാക്കുന്ന സമയത്ത് എന്തെങ്കിലും മിസ്സായി പോയിട്ടുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് ചെയ്യുക? എറർ ടേമിലായിട്ട് ഉൾപ്പെടുത്തുക. സോ ഇതാണ് എന്ത്? ഒരു സിമ്പിൾ റിഗ്രഷൻ മോഡൽ. YI ഈസ് Sir, ഈക്വൽ ഒരു മിനിറ്റ് YI ഈസ് ഈക്വൽ ടു β0 പ്ലസ് β1 xi പ്ലസ് UI. ചോദിക്കും. ഈ കൺസംഷൻ ഫംഗ്ഷനും ഒരു സിമ്പിൾ റിഗ്രഷൻ മോഡലാണോ? കൺസംഷൻ ഫംഗ്ഷൻ ഒരു സിമ്പിൾ റിഗ്രഷൻ മോഡലാണ് എന്നല്ല. ഈ റിഗ്രഷൻ മോഡൽ എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്? അതായത് കുറേ പറഞ്ഞു പോട്ടോ, എന്നാലും സാരമില്ല, നിങ്ങൾ ഡൗട്ട് ചോദിച്ചതുകൊണ്ട്. നമ്മൾ എക്കണോമിക്സിൽ നമ്മൾ UGക്ക് അത് നിങ്ങൾക്കതൊരു ധാരണ കിട്ടാത്തതുകൊണ്ടാണ്. നമ്മൾ എക്കണോമിക്സ് എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ്ലി മോഡൽ ബിൽഡിംഗ് ആണ്. മോഡൽ ബിൽഡിങ് നിങ്ങൾ ഇപ്പോൾ ഹയർ സ്റ്റഡീസിനൊക്കെ പോകുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. ഇപ്പോൾ എൻ്റെ ഒരു കൺസംഷൻ പാറ്റേൺ നിങ്ങൾ എടുക്കട്ടോ. എൻ്റെ സാലറി 30,000 റുപ്പീസാണ്. ഓക്കെ, ഈ 30,000 റുപ്പീസിൽ എൻ്റെ കൺസംഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ കൺസ്യൂം ചെയ്യുന്നത് ഒരു 18,000 റുപ്പീസാണ്. ഈ 18,000 എന്തൊക്കെ ഉണ്ടാവും? എൻ്റെ FZ ബൈക്കിൻ്റെ EMI ഉണ്ടാവും. ഓക്കെ, പിന്നെ എന്തുണ്ടാവും? ഞാൻ എപ്പോഴെങ്കിലും ഫുഡ് കഴിക്കുന്നുണ്ടാവും. എനിക്കൊരു ആഴ്ചയിൽ ഒരു മന്തിയെങ്കിലും വേണം. അപ്പോൾ ഒരു മന്തിയുടെ ഫുഡ് ഉണ്ടാവും, ഫുഡിൻ്റെ വില ഉണ്ടാവും. ഒരു ഷവർമ, ഒരു പിസ്സ. എനിക്ക് പിസ്സ ഹട്ടിലെ പിസ്സ ഭയങ്കര നോമ്പാണ്, കൂടുതൽ ഉദാഹരണങ്ങളിലേക്ക് പോകുന്നില്ല. എന്തായാലും ഇതൊരു മോഡലാണ്. അതായത് എൻ്റെ ഇൻകം എങ്ങനെയാണ് ഡിറ്റർമിൻ ചെയ്യുന്നത് എൻ്റെ കൺസംഷനെ എന്നുള്ളത്. ഇതിനെ നമ്മൾ റിഗ്രഷൻ രൂപത്തിൽ എഴുതുന്നതാണ്. ഒരു റിഗ്രഷൻ്റെ ജനറൽ ഫോമാണ് ഇത്. ഇതുപോലെ കെയ്ൻസ് ഈ റിലേഷൻഷിപ്പിനെ ഒരു മോഡലാക്കിയതാണെന്ത് ഇത് കെയ്നീഷ്യൻ കൺസംഷൻ ഫംഗ്ഷനാണ്. സോ നമുക്ക് പറയാൻ പറ്റും ഇതും ഒരു ബേസിക്കലി എ പാർട്ട് ഓഫ് റിഗ്രഷൻ ആണ് എന്നുള്ളത്. ഇനി ടേക്ക് എൻ എക്സാമ്പിൾ, ഡിമാൻഡ് ഫംഗ്ഷൻ. QD ഈസ് ഈക്വൽ ടു എ ഫംഗ്ഷൻ ഓഫ് എന്താണ്? പ്രൈസ്, ദെൻ ക്ലൈമറ്റ് ചേഞ്ച്, ടെക്നോളജി, അഡ്വർടൈസ്മെൻറ്റ്, ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ്. കുറേ ഇല്ലേ? ഇതും ഒരു റിഗ്രഷൻ ഫംഗ്ഷനാണ്. YI ആണെന്ത്? QD. ഇവിടെ β0 ഇല്ല, B1 x1 ആണെന്ത്? ബാക്കിയുള്ള B2 x2 ഇങ്ങനെ ഓരോന്ന് വരികയാണ്. അപ്പോൾ ബേസിക്കലി പറയുകയാണെങ്കിൽ എക്കണോമിക്സിൽ എല്ലാ മോഡൽസും എന്താണ്? ദേ ആർ എ പാർട്ട് ഓഫ് റിഗ്രഷൻ അനാലിസിസ് എന്നുള്ളതാണ്. അപ്പോൾ ഈ കൺസംഷൻ ഫംഗ്ഷൻ ഫെബിനെ ചോദിച്ച പോലെ എന്തെന്നെയാണ്? ഇറ്റ്സ് എ റിഗ്രഷൻ ഇക്വേഷൻ ആണ്. നമ്മൾ A+BY എന്ന് പറയുന്നു എന്നേ ഉള്ളൂ. ഓക്കെ, അതായത് മോഡലാണ്. ഇതൊക്കെ ഓരോ മോഡലുകളാണ് ബിൽഡ് ചെയ്യുന്നത്. ഓക്കെ ആണോ ഫെബിന? Yes, sir. ഓക്കെ, ഇനി നമ്മൾ സിമ്പിൾ ലീനിയർ റിഗ്രഷൻ ഫംഗ്ഷൻ്റെ അസംഷനിലേക്ക് പോവുകയാണ്. നമ്മൾ കാര്യമായിട്ട് ഇന്നൊരു 7 അസംഷൻസ് ആണ് നമ്മൾ നോക്കുന്നത്. അതിനെ നമുക്ക് അത്യാവശ്യം ഡിസ്കസ് ചെയ്യാനുണ്ടാവുമെന്ന് തോന്നുന്നു. ജസ്റ്റ് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, അതായത് ഫസ്റ്റത്തെ അസംഷൻ ആണെന്ത്? ലീനിയാരിറ്റി ഇൻ പാരാമീറ്റർ. ലീനിയാരിറ്റി ഇൻ പാരാമീറ്റർ. വാട്ട് ഈസ് ലീനിയർ? ലീനിയർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ എഴുതുന്നുണ്ട് കേട്ടോ. x plus y is equal to 0. X square plus y cube is equal to 35. ഇതിലേതാണ് ലീനിയർ? ഫസ്റ്റത്താണോ സെക്കൻഡത്താണോ ഫെബിന? ഫസ്റ്റത്തെ. ഫസ്റ്റ്. എന്തുകൊണ്ട് അത് ലീനിയർ ആവുന്നത്? എന്തുകൊണ്ടത് സ്ക്വയർ ലീനിയർ നമ്പേഴ്സ് ആവുന്നത്? സ്ക്വയർ, റൂട്ട്, ക്യൂബ് ഇങ്ങനത്തെ ഒന്നും ഇല്ലാത്തതിനെയാണ് പൊതുവേ നമ്മൾ എന്ത് പറയുക? ലീനിയർ എന്ന് പറയുക. അതുപോലെ തന്നെ ലീനിയർ റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും എന്നറിയോ? ലീനിയർ പാരാമീറ്റർ ആയിരിക്കും. അതായത് ലീനിയാരിറ്റി, ഞാൻ സിമ്പിൾ ലീനിയാരിറ്റിയുടെ ഡെഫിനിഷൻ ആദ്യം പറയാട്ടോ. ലീനിയാരിറ്റി റെഫേഴ്സ് ടു ദ റിലേഷൻഷിപ്പ് വേർ ദ ചേഞ്ചസ് ഇൻ വൺ വേരിയബിൾ ലീഡ് ടു പ്രപ്പോർഷണൽ ചേഞ്ച് ഇൻ അനദർ വേരിയബിൾ. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കൺസംഷൻ ഫംഗ്ഷൻ C is equal to A plus BY.
വൈയിൽ വരുന്ന ചേഞ്ചിന് പ്രപ്പോർഷനായിട്ട് എന്ത് വേണം, കൺസംഷനിലും ചേഞ്ച് വേണം. അതിനെയാണ് നമ്മൾ എന്ത് പറയുക, ലീനിയാരിറ്റി എന്ന് പറയുക. സോ നമ്മുടെ റിഗ്രഷൻ്റെ ഫസ്റ്റത്തെ അസംഷൻ ആണെന്ത്, ലീനിയാരിറ്റി ഇൻ പാരാമീറ്റർ. ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ ആൻഡ് ദ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ ഈസ് ലീനിയർ ഇൻ പാരാമീറ്റർ. This means the regression equation must be in the form of yi is equal to beta 0 plus beta 1 xi plus ui. ഇതെന്താ വരുത്, ബീറ്റ സ്ക്വയർ പ്ലസ് ബീറ്റ 1 ക്യൂബ് പ്ലസ് ഇങ്ങനെ ആയി പോകരുത് എന്നർത്ഥം. ഇതെന്താണ്, ഒരു പാരാമീറ്ററിലാവണം. ഇനി ഇത് കാണിക്കുന്ന എന്താ അറിയോ, നോട്ട് ലീനിയാരിറ്റി ഇൻ ദ വേരിയബിൾ. അത് നിങ്ങൾ ഞാനൊക്കെ എൻ്റെ ഡിഗ്രിക്ക് PGക്ക് ഞാൻ ഫസ്റ്റായിട്ട് എക്കണോമെട്രിക്സിലേക്ക് കടക്കുന്നതിൻ്റെ പി ജി ഫസ്റ്റ് ഇയറിലാണ്, സോറി സെക്കൻഡ് ഇയറിലാണ്. അപ്പോൾ ആ സമയത്ത് എനിക്ക് സംഭവിച്ച എൻ്റെ എക്സാമിന് സംഭവിച്ച വലിയൊരു അബദ്ധമാണിത്. ഇറ്റ് ഈസ് ലീനിയാരിറ്റി ഇൻ പാരാമീറ്റർ, നോട്ട് ലീനിയാരിറ്റി ഇൻ ദ വേരിയബിൾ. വാട്ട് ഈസ് ദ പാരാമീറ്റർ? പാരാമീറ്റർ ഇതിൽ ഏതൊക്കെയാണ്? ബീറ്റ 0യും ബീറ്റ 1ഉം ആണ് എന്ത്, പാരാമീറ്റർ. YIയും XIയും എന്താണ്, വേരിയബിൾ ആണ്. മാറിപ്പോരുത് കേട്ടോ. YIയും XIയും അല്ലെങ്കിൽ Yയും Xും എന്താണ്, അതെന്താണ്, വേരിയബിൾസ് ആണ്. ബീറ്റ 1ഉം ബീറ്റ ഐയും UI ആണ് എന്ത്, പാരാമീറ്റേഴ്സ്. അപ്പൊ പാരാമീറ്ററിലാണ് എന്ത് ചെയ്യുക, ലീനിയർ റിലേഷൻഷിപ്പ് വേണ്ടത്. YI ചിലപ്പോൾ എന്താവാം, സ്ക്വയർ ആവാം. XI ചിലപ്പോൾ എന്താവാം, ക്യൂബ് ആവാം, അല്ലെങ്കിൽ റൂട്ട് YI, അതിനൊന്നും കുഴപ്പമില്ല. അതെന്താണ്, വേരിയബിളിൽ വന്നിട്ടുള്ള വേരിയബിൾസിലുള്ള നോൺ ലീനിയാരിറ്റിയാണ്, അത് കുഴപ്പമില്ല. പക്ഷേ നമുക്ക് എന്ത് ചെയ്യാൻ പാടില്ല, പാരാമീറ്ററിൽ എന്ത് ചെയ്യാൻ പാടില്ല, ലീനിയാരിറ്റി വരാൻ പാടില്ല എന്നർത്ഥം. ക്ലിയർ ആണോ ഫെബിന? ലീനിയാരിറ്റി ഇൻ പാരാമീറ്റർ, അതാണ് ഫസ്റ്റത്തെ അസംഷൻ. ഇനി രണ്ടാമത്തെ അസംഷൻ ആണെന്ത്, റാൻഡം സാമ്പിളിംഗ് ആയിരിക്കണം. റാൻഡം സാമ്പിളിംഗ് ആയിരിക്കണം. അതായത് നമ്മൾ പറഞ്ഞു വി ആർ സ്റ്റഡിങ് അബൌട്ട് 2 വേരിയബിൾസ് അല്ലേ. കൺസംഷൻ ഫംഗ്ഷൻ തന്നെ എടുക്കുക കേട്ടോ. കൺസംഷൻ ഫംഗ്ഷൻ ഓക്കെ. ഇൻട്രസ്റ്റ്, നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് എടുക്കുക. ഇൻവെസ്റ്റ്മെന്റ് ഈസ് എ ഫംഗ്ഷൻ ഓഫ് ഇൻട്രസ്റ്റ് റേറ്റ്. ഇത് ക്ലാസിക്കലാണ്. ക്ലാസിക്കലിലാണ് എന്ത് ചെയ്യുന്നത്, ഇൻവെസ്റ്റ്മെന്റ് ഇൻട്രസ്റ്റ് റേറ്റിന്റെ ഫംഗ്ഷൻ ആവുന്നത്. കെയ്നീഷ്യനിൽ എങ്ങനെയാണ് വരുന്നത്, പറയാൻ പറ്റുമോ ഫെബിന? What determine the Keynesian investment function? നമ്മൾ എക്സാമിനോട് അടുത്ത് ഞാൻ then പിന്നെ റിട്ടേൺസിന്റെ കിട്ടണ പ്രൊപ്പൻസിറ്റി. എന്ത് പ്രൊപ്പൻസിറ്റിയാണ്? അല്ല, അങ്ങനെ പ്രൊപ്പൻസിറ്റി ടു ഇൻവെസ്റ്റ് അല്ല, മാർജിനൽ എഫിഷ്യൻസി ഓഫ് ക്യാപിറ്റൽ ആണ്. ഓക്കെ. ക്ലാസിക്കൽസിൽ ഞാനിതിപ്പോൾ മെൻഷൻ ചെയ്യുന്നത് വെച്ചാൽ ഇതൊക്കെ എക്സാമിന്റെ പ്രധാനപ്പെട്ട ഏരിയസ് ആയതുകൊണ്ടാണ് കേട്ടോ. ക്ലാസിക്കൽസിന്റെ ഇൻവെസ്റ്റ്മെന്റ് ഫംഗ്ഷൻ എന്താണ്, ഈസ് എ ഫംഗ്ഷൻ ഓഫ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഓൺലി. ഓക്കെ. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിനോട് എങ്ങനെയാണ് ബന്ധപ്പെടുന്നത്, ഓപ്പോസിറ്റ് ഡിറക്ഷൻ ആണ് കേട്ടോ. അതായത് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കൂടിയാൽ എന്ത് ചെയ്യും, കോസ്റ്റ് ഓഫ് ബോറോവിങ് ഓഫ് ഇൻവെസ്റ്റ്മെന്റിനെ ബാധിക്കും, അത് കുറയും എന്നുള്ള. അതായത് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കുറയാണെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് കൂടും, അത് ആ സൈഡിലുണ്ട്. കെയ്നീഷ്യൻസിന്റെ ഇൻവെസ്റ്റ്മെന്റ് ഫംഗ്ഷൻ, കെയ്ൻസിന്റെ ഇൻവെസ്റ്റ്മെന്റ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഈസ് ഈക്വൽ ടു ഈസ് എ ഫംഗ്ഷൻ ഓഫ് റേറ്റ് ആൻഡ് ദെൻ വി ക്യാൻ സേ ദാറ്റ് ഇൻകം. ഓക്കെ. ദെൻ അതേസമയം ഇതിനെ ഡിറ്റർമിൻ ചെയ്യുന്നത് എന്താണ്, ഇൻവെസ്റ്റ്മെന്റ് ഈസ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ മാർജിനൽ എഫിഷ്യൻസി ഓഫ് ക്യാപിറ്റൽ. മാർജിനൽ എഫിഷ്യൻസി ഓഫ് ക്യാപിറ്റൽ. ഇനി എപ്പോഴാണ് ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടാവുക അറിയോ, അതായത് മാർജിനൽ എഫിഷ്യൻസി ഓഫ് ക്യാപിറ്റൽ മോർ ദാൻ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആകുന്ന സമയത്ത് എന്ത് ചെയ്യും, കെയ്ൻസിന്റെ അഭിപ്രായ പ്രകാരം അവിടെ എന്തുണ്ടാവും, ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടാവും. ഓക്കെ, ഞാൻ ജസ്റ്റ് പറഞ്ഞു എന്നേ ഉള്ളൂ കേട്ടോ. ജസ്റ്റ് ഒന്ന് നിങ്ങളുടെ ഓർമ്മകളിലേക്ക് കൊണ്ടുപോയതാണ്. ഇനി ഇതിൽ പറഞ്ഞത് എന്താ വെച്ചാൽ, സെക്കൻഡ് ആയിട്ടുള്ളത് റാൻഡം സാമ്പിളിങ്സ് ഓഫ് ഒബ്സർവേഷൻ എന്നുള്ളതാണ്. ഡാറ്റ എന്തുണ്ട്, നമ്മൾ എക്സിൻ്റെയും വൈൻ്റെയും ഒക്കെ കുറേ ഡാറ്റാസ് എടുക്കണം. അതെന്തായിരിക്കണം, റാൻഡം സാമ്പിളിങ്. വാട്ട് മീൻസ് റാൻഡം സാമ്പിളിങ്? പ്രത്യേകിച്ച് ബയാസ് ഒന്നും ഇല്ലാണ്ട് നമ്മൾ എന്ത് ചെയ്യണം, സാമ്പിൾസ് എടുക്കണം. അപ്പോൾ നമ്മൾ എടുക്കുന്നത് PSMO കോളേജിലെ
എക്കണോമിക്സ് ഡിപ്പാർട്ട്മെൻറ്റിലെ കുട്ടികളുടെ കൺസംഷൻ ഫംഗ്ഷനാണ് എടുക്കുന്നത്. അവർക്കൊക്കെ വീട്ടിൽ നിന്ന് പോക്കറ്റ് മണി തരും. ഇപ്പോൾ ഫെബിന പൂനൂരിൽ നിന്ന് ഇവിടെ വന്ന് താമസിക്കുന്നുണ്ട്, അല്ലെങ്കിൽ നഈമ നഈമൻ്റെ വീട്ടിൽ നിന്ന് വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരുടെയും കൺസംഷൻ ഫംഗ്ഷനും പോക്കറ്റ് മണിയൊക്കെ കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആണ്. അപ്പോൾ നമ്മളിങ്ങനെ എടുക്കുന്ന സമയത്ത് എനിക്ക് ഓൾറെഡി അറിയാം ഫെബിനയുടെ വീട് പൂനൂരാണ്, ഇവിടെ താമസിക്കുകയാണെന്നുള്ളത്. അങ്ങനെ ഒരു ബയാസ് നമുക്ക് പാടില്ല. നമ്മൾ എന്ത് ചെയ്യണം? റാൻഡം ആയിട്ട് കുട്ടികളെ സെലക്ട് ചെയ്യണം. അതായത് റാൻഡം ആയിട്ടാണ് എന്ത് ചെയ്യേണ്ടത്? നമ്മൾ റിഗ്രഷന് വേണ്ടിയിട്ട് എടുക്കേണ്ടത്. റാൻഡം അല്ലെങ്കിൽ എന്താ സംഭവിക്കുക? ഇപ്പോൾ എനിക്കറിയാം ക്ലാസ്സിലെ പൈസക്കാരായിട്ടുള്ള കുട്ടികൾ, ഇപ്പോൾ എ എന്ന് പറയുന്ന കുട്ടി, ബി, സി, ഡി, ഇതിൽ എയും ബിയാണ് ക്ലാസ്സിലെ ഏറ്റവും റിച്ചസ്റ്റ് പേഴ്സൺസ്. ഞാൻ ഇവരെ മാത്രം സെലക്ട് ചെയ്യാണ്, എന്നിട്ട് കൺസംഷൻ ഫംഗ്ഷൻ ഉണ്ടാക്കുകയാണെങ്കിലോ ആ കൺസംഷൻ വളരെ ഹൈ ആയിരിക്കും അല്ലേ? എന്നാൽ ആ ക്ലാസ്സിൽ എന്തുണ്ട്? പാവപ്പെട്ട കുട്ടികളുണ്ട്, ഇവരുടേതോ കൺസംഷൻ ഫംഗ്ഷനിൽ റിലേഷൻഷിപ്പ് ലോ ആയിരിക്കും. അപ്പോൾ റാൻഡം ആയിട്ട് സെലക്ട് ചെയ്യുകയാണെങ്കിൽ എന്ത് വേണം? നമ്മൾ ഇതിലെല്ലാവരും ഇൻക്ലൂഡ് ആവുന്ന രൂപത്തിൽ നമ്മൾ എന്ത് ചെയ്യണം? അല്ലെങ്കിൽ റാൻഡം ആയിട്ടാണ് നമ്മൾ പോപ്പുലേഷൻ എടുക്കേണ്ടത്. സോ ഇറ്റ് ഹെൽപ്സ് ടു എൻഷുർ ദാറ്റ് സാമ്പിൾ ഈസ് റെപ്രസെൻറ്റേറ്റീവ് ആൻഡ് ഹെൽപ്സ് ടു അവോയ്ഡ് സെലക്ഷൻ ബയാസ്. സെലക്ഷൻ ബയാസ് ആണ് എന്ത് ചെയ്യുന്നത്? നമ്മൾ ഇതിനെയാണ് സെലക്ഷൻ ബയാസ് എന്ന് പറയുക. നമുക്ക് പേഴ്സണൽ ഇൻട്രസ്റ്റ്, ഇപ്പോൾ ഞാൻ ക്ലാസ് എടുക്കുന്ന സമയത്ത് എനിക്ക് ഫവാസിനോട് അല്ലെങ്കിൽ എനിക്ക് ഫൗസാൻ എന്ന് പറയുന്ന കുട്ടിയോട് ഒരു സ്പെഷ്യൽ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ അതാണ് സാമ്പിളിംഗ് ബയാസ് എന്ന് പറയുക. അല്ലെങ്കിൽ എനിക്ക് ഫെബിനയോട് സ്പെഷ്യൽ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ അതാണ് സാമ്പിളിംഗ് ബയാസ്. അതൊരിക്കലും എന്ത് ചെയ്യരുത്? നമ്മുടെ എക്കണോമിക്സിൽ എന്ത് ചെയ്യുക, അല്ലെങ്കിൽ നമ്മുടെ ഒബ്സർവേഷനിലോ നമ്മുടെ റിഗ്രഷൻ അനാലിസിസിലോ വരരുത് എന്നുള്ളതാണ്. ഓക്കെ, സോ അതുപോലെ തന്നെ സാമ്പിളിംഗ് ഈസ് നോൺ റാൻഡം. ദ എസ്റ്റിമേറ്റഡ് കോഎഫിഷ്യന്റ് മേ ബി ബയാസ്ഡ് ഓർ അൺറിലയബിൾ. സാമ്പിളിംഗ് റാൻഡം അല്ലെങ്കിൽ എന്താ സംഭവിക്കുക? നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്തിട്ടുള്ളത് എന്താവും? ബയാസ്ഡ് ആയി പോവും. അതായത് എൻ്റെ ഇൻട്രസ്റ്റിനനുസരിച്ച്, എനിക്ക് ആരോടാണോ ഇൻട്രസ്റ്റ് ഉള്ളത് അവർക്ക് ഫേവറബിൾ ആയിട്ടായിരിക്കും എന്തുണ്ടാവുക? നമ്മുടെ ഒബ്സർവേഷൻസിൻ്റെ ആൻസർ വരുന്നത് എന്നർത്ഥം. ഓക്കെ, ഐ തിങ്ക് I hope it's clear. Now we can move to the next assumption, that is called no perfect multicollinearity. ഇതൊരു പ്രധാനപ്പെട്ട പോയിന്റ് ആണ് കേട്ടോ, അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഏരിയയാണ് വാട്ട് ഈസ് മൾട്ടികോലിനിയാരിറ്റി എന്നുള്ളത്. കാരണം നമ്മുടെ എക്സാമിൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ ഒരു ക്വസ്റ്റ്യൻ ഷുവറാണ്. മൾട്ടികോലിനിയാരിറ്റി, ഹെട്രോസ്കെഡാസ്റ്റിസിറ്റി എന്നൊക്കെ പോലെയുള്ള ഏരിയാസിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ ഷുവറാണ്. സോ നമുക്ക് ആദ്യം നമ്മുടെ അസംഷൻ എന്താണ്? നോ മൾട്ടികോളിനിയാരിറ്റി പാടില്ല എന്നുള്ളതാണ്. അപ്പോൾ ആദ്യം നമുക്ക് എന്താണ് മൾട്ടികോളിനിയാരിറ്റി നോക്കാം. മൾട്ടികോളിനിയാരിറ്റി റെഫേഴ്സ് ടു എ സിറ്റുവേഷൻ in which two or more independent variables in a regression models are highly correlated. മൾട്ടികോളിനിയാരിറ്റി ഞാൻ ജസ്റ്റ് മുകളിൽ എഴുതുന്നുണ്ട് കേട്ടോ. Multicollinearity means a situation in which two or more independent variables in a regression model are highly correlated. ഇത് നിങ്ങൾ ഇതുപോലെ തന്നെ കാണാതെ പഠിച്ചു വെക്കണം. കാരണം എക്സാമിൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് ഇത്രയേ ഉള്ളൂ. മൾട്ടികോളിനിയാരിറ്റി മീൻസ് എ സിറ്റുവേഷൻ ഇൻ വിച്ച് one or more independent variables in a regression model are highly correlated. Which means എന്താ ഉദ്ദേശിക്കുന്നത്? independent variables can be predicted almost exactly from another, making it difficult to separate their individual effect on the dependent variable. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞു എന്ത്? കൺസംഷൻ
ഈസ് എ ഫങ്ഷൻ ഓഫ്, നമ്മൾ ഇൻകം എന്ന് പറഞ്ഞു, നമുക്ക് വേറെന്ത് പറയാം, നമ്മുടെ ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ് പറയാം, അല്ലെങ്കിൽ നമ്മൾ പറയാം ഓക്കെ ഡിമാൻഡ് ഈസ് എ ഫങ്ഷൻ ഓഫ്, ഡിമാൻഡ് ഈസ് എ ഫങ്ഷൻ ഓഫ് ഇൻകം, ഡിമാൻഡ് ഈസ് എ ഫങ്ഷൻ ഓഫ് ഇൻകം, ഇൻട്രസ്റ്റ് റേറ്റ്, ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ്, ക്ലൈമറ്റ്, ടെക്നോളജി, അഡ്വർടൈസ്മെൻറ്റ്. ഈ നമ്മൾ ഈ ലെഫ്റ്റ് സൈഡിൽ എഴുതിയിട്ടുള്ളതാണെന്ത് നമുക്ക് പറയാൻ പറ്റുന്ന ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ്. അപ്പോൾ ഈ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ് തമ്മിൽ തന്നെ റിലേഷൻഷിപ്പ് ഉണ്ടാവുക. നമ്മളിപ്പോൾ നോർമലി നമ്മളിവിടെ എസ്റ്റിമേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്ന എന്താണ്, ഡിപ്പെൻഡൻറ്റ് വേരിയബിളും ഇൻഡിപെൻഡൻറ്റ് വേരിയബിളും തമ്മിൽ റിലേഷൻഷിപ്പാണ്. പക്ഷേ ഇവിടെ മൾട്ടി കോളിനിയാരിറ്റി ഉണ്ടെങ്കിലോ ബിറ്റ്വീൻ ദീസ് വേരിയബിൾസ്, ബിറ്റ്വീൻ ദീസ് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ് തന്നെ എന്തുണ്ടാവും, ദർ വിൽ ബി എ ഹൈലി കോറിലേഷൻ. ഇവർ തമ്മിൽ തന്നെ വലിയൊരു ബന്ധം ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇതിനെയാണ് നമ്മൾ എന്ത് പറയുക, മൾട്ടി കോളിനിയാരിറ്റി എന്ന് പറയുക. സോ പെർഫെക്റ്റ് മൾട്ടി കോളിനിയാരിറ്റി മീൻസ് വൺ വേരിയബിൾ ഈസ് എൻ എക്സാക്ട് ലീനിയർ ഫംഗ്ഷൻ ഓഫ് അനദർ. ഇപ്പോൾ ഇൻകം എന്ന് പറഞ്ഞ ഇൻട്രസ്റ്റ് റേറ്റിൻ്റെ ഫംഗ്ഷൻ ആണെങ്കിലോ, അല്ലെങ്കിൽ ടെക്നോളജി എന്ന് പറഞ്ഞ അഡ്വർടൈസ്മെൻറ്റിൻ്റെ ഫംഗ്ഷൻ ആണെങ്കിലോ, അപ്പോൾ ഇതിനെയാണ് നമ്മൾ എന്ത് പറയുക, മൾട്ടി കോളിനിയാരിറ്റി എന്ന് പറയാം. അപ്പോൾ ഈ മൾട്ടി കോളിനിയാരിറ്റി ഇവിടെ ഉണ്ടെങ്കിൽ OLS നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, എസ്റ്റിമേറ്റ് ചെയ്യാൻ പറ്റില്ല, ഓർഡിനറി ലീസ്റ്റ് സ്ക്വയർ മെത്തേഡ്. അതെന്താണെന്നുള്ളതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യും കേട്ടോ. നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നൊക്കെ തന്നെയാണ് ഓർഡിനറി ലീസ്റ്റ് സ്ക്വയർ മെത്തേഡ്. എന്നാൽ അതിൻ്റെ ഒരു സ്ട്രക്ചേർഡ് രൂപത്തിലേക്ക് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിലേക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നമുക്കിങ്ങനെ മൾട്ടി കോളിനിയാരിറ്റി ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇത് എന്താ പറയുക ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ്. ഓക്കെ, ഇനി ഫോർത്ത് അസംഷൻ ആണെന്ത്, സീറോ കണ്ടീഷണൽ മീൻ ഓഫ് എറേഴ്സ്, അല്ലെങ്കിൽ നമ്മൾ എക്സോജിനിറ്റി അസംഷൻ എന്ന് പറയും. സീറോ കണ്ടീഷണൽ മീൻ. ഈ സീറോ കണ്ടീഷണൽ മീനിൻ്റെ കേസ് എന്ന് പറഞ്ഞാൽ എക്സ്പെക്റ്റഡ് വാല്യൂ, നമ്മൾ നെക്സ്റ്റ് സെഷനിലൊക്കെ എടുക്കാൻ ഉദ്ദേശിക്കുന്ന ഏരിയ ആണ് എക്സ്പെക്റ്റഡ് മീൻ ഏരിയാസ് എന്ന് പറഞ്ഞാൽ. ഈ എക്സ്പെക്റ്റഡ് വാല്യൂനെ നമ്മൾ കണ്ടെത്തുന്നതാണ് എന്ത്, നമ്മൾ എറർ ടേം ഇല്ലേ, എറർ ടേമിനെ നമ്മൾ എന്ത് ചെയ്യും, ഡിവൈഡ് ചെയ്യും. എക്സ്പെക്റ്റഡ് വാല്യൂ ഈസ് ഈക്വൽ ടു യു ഡിവൈഡഡ് ബൈ ഓർ യു ഓഫ് എക്സ്, നമ്മൾ ഓഫ് എന്നാണ് ഈ ഒരു ലൈനെ പറയട്ടോ, ഈസ് ഈക്വൽ ടു 0. അതായത് എറർ ടേമിൻ്റെ എക്സ്പെക്റ്റഡ് വാല്യൂ എപ്പോഴും എന്തായിരിക്കണം, 0 ആയിരിക്കണം ടു ഗിവൺ എനി വാല്യൂ ഓഫ് എക്സ്. അതായത് നമ്മളെപ്പോഴും ഒരു റിഗ്രഷൻ മോഡലിൽ എന്ത് ചെയ്യണം, നോർമൽ റിഗ്രഷൻ മോഡലിൽ നമ്മൾ കരുതണം എറർ ടേം എന്താണ്, 0 ആണ് എന്നുള്ളത്. ദിസ് അസംഷൻ എൻഷൂർസ് ദാറ്റ് ദ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ എക്സ് ഡസ് നോട്ട് പ്രൊവൈഡ് എനി ഇൻഫോർമേഷൻ എബൌട്ട് ദ എറർ ടേംസ്. അപ്പോൾ നമ്മളൊരു ഇക്വേഷൻ എഴുതാണ്, yi ഈസ് ഈക്വൽ ടു ആൽഫ ബീറ്റ z ui. ഓക്കെ, ഇതൊരു റിഗ്രഷൻ മോഡലാണ്. ഈ ui എന്ന് പറയുന്ന എറർ ടേമിനെ ഈ B2 കൊണ്ടോ അല്ലെങ്കിൽ BK കൊണ്ടോ BI കൊണ്ടോ നമുക്കൊരു റിലേഷൻഷിപ്പും പാടില്ല. അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് സീറോ കണ്ടീഷണൽ മീൻ ഓഫ് എറേഴ്സ് അല്ലെങ്കിൽ എക്സോജിനിറ്റി അസംഷൻ എന്നുള്ളത്. ദിസ് മീൻസ് ദാറ്റ് എക്സ്പ്ലനേറ്ററി വേരിയബിൾ, വാട്ട് ഈസ് എക്സ്പ്ലനേറ്ററി വേരിയബിൾ? എക്സ്പ്ലനേറ്ററി വേരിയബിൾ ആണെന്ത്, ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ ട്ടോ. എക്സ്പ്ലനേറ്ററി വേരിയബിൾ ആണ് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ. എക്സ്പ്ലനേറ്ററി വേരിയബിൾ ഈസ് നോട്ട് കോറിലേറ്റഡ് വിത്ത് ദ എറർ ടേംസ്. എക്സ്പ്ലനേറ്ററി വേരിയബിൾസും എറർ ടേംസും തമ്മിൽ എന്ത് ചെയ്യാൻ പാടില്ല, ഒരു 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 റിലേഷൻ പാടില്ല. ഇങ്ങനെ റിലേഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ കണ്ടീഷണൽ മീന് 0 അല്ലെങ്കിൽ 0ക്ക് പകരം 5, 10, 1 ഒക്കെയാണ്, എന്ത് സംഭവിക്കും, OLS എസ്റ്റിമേറ്റ് നമ്മൾ റിഗ്രഷൻ എസ്റ്റിമേറ്റ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും, ബയാസ്ഡും ഇൻകൺസിസ്റ്റൻറ്റും ആയിരിക്കും. ആൻസർ എന്തായിരിക്കും, ബയാസ്ഡും അതുപോലെ തന്നെ ഇൻകൺസിസ്റ്റൻറ്റും ആയിരിക്കും. ജസ്റ്റ് 2 എക്സാമ്പിൾ നോക്കുക. സപ്പോസ് വി എസ്റ്റിമേറ്റ് ദ എഫക്റ്റ് ഓഫ് എഡ്യൂക്കേഷൻ ഓൺ ഏർണിങ്സ്. എഡ്യൂക്കേഷനും ഏർണിങ്സും തമ്മിലുള്ള നമ്മൾ കണ്ടെത്തും. എഡ്യൂക്കേഷൻ എന്താണ് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ, ഏർണിങ്സ് എന്താണ് ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ. അതായത് നല്ല എഡ്യൂക്കേഷനുള്ള ഒരാൾക്ക് നമ്മൾ എന്ത് ചെയ്യും, സ്വാഭാവികമായിട്ടും നല്ല ഏർണിംഗ് ഉണ്ടാവും. പക്ഷെ നമ്മളൊരു വേരിയബിൾ ഇവിടെ ഒമിറ്റ് ചെയ്തു. അതെന്താണ്, എബിലിറ്റി ആൻഡ് മോട്ടിവേഷൻ എഫക്റ്റിംഗ് ഏർണിങ്സ്. ടേക്ക് ആൻ എക്സാമ്പിൾ, ഞാൻ ഉദാഹരണം പറയാം. ഇപ്പോൾ എക്കണോമിക്സ്, നമ്മളെല്ലാവരും എക്കണോമിക്സ് ഇപ്പോൾ ഞാനും ഫെബിനയും ഒക്കെ എന്ത് ചെയ്യണം, ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ എക്കണോമിക്സ് കഴിഞ്ഞ് ഇറങ്ങുകയാണ്, അല്ലെങ്കിൽ നമ്മൾ അഡ്വക്കേറ്റുമാരാവണം.
നമുക്ക് രണ്ട് പേർക്ക് നമ്മൾ നേരത്തെ പറഞ്ഞു എന്ത് ദർ ഇസ് എ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ എഡ്യൂക്കേഷൻ ആൻഡ് ഏണിങ്സ്. നല്ല വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യും, അവിടെ എന്തുണ്ടാവും, നല്ല വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ അവിടെ നല്ല ഏണിങ്സ് ഉണ്ടാവും. പക്ഷെ അതേസമയം എബിലിറ്റി ആൻഡ് മോട്ടിവേഷൻ എന്ന് പറഞ്ഞൊരു കേസ് ഇവിടെ വരുന്നില്ലേ. നമ്മൾ അഡ്വക്കേറ്റ് ആയിട്ടാണ് ഞാനും ഫെബിനയും ഇറങ്ങിയിട്ടുള്ളത്. എനിക്ക് സംസാരിക്കാൻ കഴിയില്ല, അല്ലെങ്കിൽ ഞാൻ സംസാരിക്കുമ്പോൾ വളരെ വീക്കായിട്ടാണ് എൻ്റെ പ്രസൻറ്റേഷൻ സ്കില്ലുള്ളത്. പക്ഷേ ഫെബിന് അടിപൊളിയായിട്ട് പ്രസൻറ്റ് ചെയ്യുന്നുണ്ട്, മാഷാ അല്ലാ നന്നായിട്ട് പ്രസൻറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും എന്തുണ്ടാവും, ഫെബിനൊക്കെ എന്തുണ്ടാവും, ഷീ ഹാസ് ദ എബിലിറ്റി ടു ഏൺ മോർ. അപ്പോൾ നമ്മൾ ജസ്റ്റ് എഡ്യൂക്കേഷനും ഇൻകം ഏണിങ്സും തമ്മിൽ മാത്രം റിലേഷൻഷിപ്പ് വെച്ചിട്ട് കാര്യമുണ്ടോ? ഇല്ല, ഇവിടെ എബിലിറ്റിയും കൂടി കൺസിഡർ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അങ്ങനെ അപ്പോൾ എബിലിറ്റിയും ഇൻകം ഏണിങ്സും തമ്മിലുള്ള അല്ലെങ്കിൽ എബിലിറ്റിയും എഡ്യൂക്കേഷനും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്താണ്? അതൊരു സീറോ കണ്ടീഷണൽ മീൻ അല്ല, അതെന്താണ്, ഹൈലി കോറിലേറ്റഡ് ആണ്. എഡ്യൂക്കേഷൻ ഈസ് ഹൈലി കോറിലേറ്റഡ് വിത്ത് ദ വേരിയബിൾ എബിലിറ്റി. അപ്പം അങ്ങനെയുള്ള സിറ്റുവേഷൻ പാടില്ല. ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം, എറർ ടേമിനെ അടുത്തൊരു വേരിയബിൾ ആക്കിയിട്ട് മാറ്റണം. അതായത് എറർ ടേമിനെ മാറ്റിയിട്ട് ui-നെ മാറ്റിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ബീറ്റ 3 എന്ന് പറയുന്ന ഐയും 2 ഞാൻ ഒഴിവാക്കേണ്ടത്, ബീറ്റ 1 ബീറ്റ 2, ഈ ബീറ്റ 3 ആയിട്ട് നമ്മൾ എന്തിനെ മാറ്റണം, എഡ്യൂക്കേഷനെ അവിടെ മാറ്റണം എന്നുള്ളതാണ്. ഇനി അഞ്ചാമത്തതാണ് എന്ത്, ഒന്നും കൂടി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള, നമ്മൾ നേരത്തെ ഒരു ഇത് പറഞ്ഞില്ലേ, ഏതാണ്, മൾട്ടി കോളിനിയാരിറ്റി. മൾട്ടി കോളിനിയാരിറ്റി പോലെ തന്നെയുള്ള മറ്റൊരു പ്രധാനപ്പെട്ട അസംഷനാണ് എന്ത്, ഹോമോസ്കെഡാസ്റ്റിസിറ്റി. ഹോമോസ്കെഡാസ്റ്റിസിറ്റി മീൻസ് കോൺസ്റ്റന്റ് വേരിയൻസ് ഓഫ് എറേഴ്സ്. കോൺസ്റ്റന്റ് വേരിയൻസ് ഓഫ് എറേഴ്സ്. സോ ആദ്യം നമുക്ക് ഹോമോസ്കെഡാസ്റ്റിസിറ്റി എന്ന് എന്താ നോക്കാം. ഹോമോസ്കെഡാസ്റ്റിസിറ്റി മീൻസ് the variance of the error term remains constant across all values എന്നുള്ളതാണ്. Homoscedasticity is equal to or means that the variance of the error term, variance of the error term u remains constant across all values of the independent variable, across all values of the independent variable x. ഓക്കെ, ഹോമോസ്കെഡാസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഓ, നല്ല വൃത്തിയുള്ള ഹാൻഡ് റൈറ്റിംഗ് അല്ലേ. ഐ എം പ്രൗഡ് ഓഫ് മൈ ഹാൻഡ് റൈറ്റിംഗ്. ഒന്നാമത് എനിക്ക് നോട്ട് പാഡ് യൂസ് ചെയ്തിട്ട് വലിയ ശീലമില്ല. ഓക്കെ, സോറി. Homoscedasticity means that the variance of the error term u remains constant across all values of the independent variable x. യാ റബ്ബേ. ഓക്കെ, എക്സ്. ഓക്കെ, അതായത് ഇത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ മാത്തമാറ്റിക്കലി പറയുകയാണെങ്കിൽ വേരിയൻസ് ഓഫ് യു ഐ ടു എക്സ് ഐ ഈസ് ഈക്വൽ ടു, ഇതാണെന്ത്, വേരിയൻസ് എന്നുള്ളത്. ഈ വേരിയൻസ് നമ്മൾ വേരിയൻസിനെ എങ്ങനെ സൂചിപ്പിക്കൽ അല്ലേ? ഇതെന്തായിരിക്കണം, എല്ലാ എക്സിൻ്റെ എല്ലാ വാല്യൂസിനോടും എന്തായിരിക്കണം, സെയിം ആയിരിക്കണം. അതായത് ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇൻകവും എഡ്യൂക്കേഷനും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എടുക്കുകയാണ്. ഇൻകത്തിന് ഡിറ്റർമിൻ ചെയ്യുന്നത് എന്താണ്, ഒന്ന് എഡ്യൂക്കേഷൻ, രണ്ട് എബിലിറ്റി നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തില്ലേ, മൂന്ന് സ്പീക്കിംഗ് കപ്പാസിറ്റി, നാല് പ്രസൻറ്റേഷൻ സ്കില്ല്, ഇതൊക്കെ നമുക്കുണ്ട്. പ്ലസ് എന്തുണ്ട്, ലാസ്റ്റ് നമ്മൾ ഒമിറ്റ് ചെയ്ത ഒരു എറർ, നമ്മൾ ഇവിടെ ഒമിറ്റ് ചെയ്തത്
എബിലിറ്റിയും എഡ്യൂക്കേഷനും മതി. നമ്മളോട് എറർ ടേം ആയിട്ട് ഒമിറ്റ് ചെയ്തിട്ടുള്ള വിഷയം എന്ന് പറഞ്ഞാൽ പ്രസൻറ്റേഷൻ സ്കില്ലാണ്. നമ്മൾ പ്രസൻറ്റേഷൻ സ്കില്ല് ഒമിറ്റ് ചെയ്തിട്ടുണ്ട്, അത് എടുത്തിട്ടില്ല എന്നർത്ഥം. അപ്പോൾ ഹോമോസ്കിഡാസിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ എറർ ടേം ഉണ്ടല്ലോ UI, അതായത് പ്രസൻറ്റേഷൻ സ്കില്ല്. ഈ പ്രസൻറ്റേഷൻ സ്കില്ലിൻ്റെ വേരിയൻസ് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് എഡ്യൂക്കേഷനും എബിലിറ്റിക്കുള്ള റിലേഷൻഷിപ്പ് എന്തായിരിക്കണം? ഈക്വൽ ആയിരിക്കണം. അല്ല ഈ പ്രസൻറ്റേഷൻ സ്കില്ല് എബിലിറ്റിയോട് കൂടുതൽ ബന്ധം അല്ലെങ്കിൽ എഡ്യൂക്കേഷനോട് കൂടുതൽ ബന്ധം ഒരു വേരിയബിളിനോട് എന്ത് ചെയ്യരുത്? എക്സിനോടോ X1 X2 X3 എത്ര വേരിയബിൾ ഉണ്ടോ അതിൽ ഒരു വേരിയബിളിനോട് എന്ത് ചെയ്യരുത്? ഈ എറർ ടേമിന് ഒരു കൂടുതൽ റിലേഷൻഷിപ്പ് പാടില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഹോമോസ്കെഡാസ്റ്റിസിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഹോമോസ്കെഡാസ്റ്റിസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? Homoscedasticity means the variance of the error term remains constant across all the values. ഇനി ഹെട്രോസ്കെഡാസ്റ്റിസിറ്റി എന്ന് പറഞ്ഞാലോ? ഹെട്രോസ്കെഡാസ്റ്റിസിറ്റി ഹോമോസ്കെഡാസ്റ്റിസിറ്റിയുടെ നേരെ ഓപ്പോസിറ്റ് ആണ്. അതായത് heteroscedasticity means variance of the error term changes across different values of independent variable. നമ്മൾ ഇവിടെ നേരത്തെ പറഞ്ഞത് എക്സിൽ എല്ലാം ഒന്നാണെന്നുള്ളതാണ്. പക്ഷെ ഹെട്രോസ്കെഡാസ്റ്റിസിറ്റിയിലേക്ക് പോകുന്ന സമയത്തോ heteroscedasticity occurs when variance of error changes across observations. അതെന്ത് ചെയ്യും? ഓരോ ഒബ്സർവേഷൻസിലും ഇങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ടേ ഇരിക്കും എന്നുള്ളതാണ്. സോ ഇറ്റ് ഈസ് നോട്ട് ഈക്വൽ ടു ദ വേരിയൻസ് എന്നുള്ളതാണ്. ഇനി നമുക്ക് ഇമ്പോർട്ടൻസ് വരുന്നത് എന്താണെന്ന് വെച്ചാൽ കോൺസിക്വൻസസ് ഓഫ് ഹെട്രോസ്കെഡാസ്റ്റിസിറ്റിയാണ്. ഹെട്രോസ്കെഡാസ്റ്റിസിറ്റിയുടെ കോൺസിക്വൻസസ് ഒന്ന്, OLS എസ്റ്റിമേറ്റർ എന്താവും? അൺബയാസ്ഡ് ആവും, ബട്ട് ആർ ഇൻഎഫിഷ്യൻറ്റ്. അൺബയാസ്ഡ് ആയി തന്നെ തുടരും. നമ്മുടെ ആവശ്യം അതാണല്ലോ, അൺബയാസ്ഡ് ആയിരിക്കണം എന്നുള്ളതാണ്. പക്ഷേ അതെന്തായിരിക്കും? ഇൻഎഫിഷ്യൻ്റ് ആയിരിക്കും. നമ്മുടെ OLS എന്ത് ചെയ്യാൻ പറ്റൂല? പൂർണ്ണമായിട്ടും നമ്മുടെ റിഗ്രഷൻ മോഡലിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റൂല. അതുപോലെ തന്നെ സ്റ്റാൻഡേർഡ് എറർ ആർ ഇൻകറക്റ്റ് ലീഡിങ് ടു അൺറിലയബിൾ ഹൈപ്പോത്തിസിസ് ടെസ്റ്റ്. സ്റ്റാൻഡേർഡ് എറർ നമ്മൾ നേരത്തെ പറഞ്ഞ അല്ലെങ്കിൽ നമ്മുടെ നമ്മളെ എറർ ടേമിൻ്റെ സ്റ്റാൻഡേർഡ് എറർ എന്തായിരിക്കും? ഇൻകറക്റ്റ് ആയിരിക്കും. അതെന്ത് ചെയ്യും? അൺറിലയബിൾ ആയിട്ടുള്ള ഹൈപ്പോത്തിസിസ് ടെസ്റ്റിലേക്ക് പോകും. അതുപോലെ തന്നെ കോൺഫിഡൻസ് ഇൻ്റർവെൽസ് ആർ ഇൻകറക്റ്റ്. നിങ്ങൾ സ്റ്റാറ്റിസ്റ്റിക്സിൽ മേ ബി കോൺഫിഡൻസ് ഇൻ്റർവെല്ലൊക്കെ പഠിച്ചിട്ടുണ്ട്. അതിനൊന്നും ഡെഫിനേഷൻ നമുക്ക് ഇവിടെ ആവശ്യമില്ല കേട്ടോ, ജസ്റ്റ് മനസ്സിലാക്കിയാൽ മതി. കോൺഫിഡൻസ് ഇൻ്റർവെല്ലും എന്തായിരിക്കും? അത് ഇൻകറക്റ്റ് ആയിരിക്കും. ഇനി ഇതാണ് നമുക്കൊന്നും കൂടി ഇമ്പോർട്ടൻ്റ്, ഹൗ വി ക്യാൻ ഡിറ്റക്ട് ദ ഹെട്രോസ്കെഡാസ്റ്റിസിറ്റി. ഡിറ്റക്ഷൻ ഓഫ് ഹെട്രോസ്കെഡാസ്റ്റിസിറ്റി, ഇത് നിങ്ങളുടെ എക്സാമിന് ചോദിക്കൂട്ടോ. ഹെട്രോസ്കെഡാസ്റ്റിസിയെ ഡിറ്റക്ട് ചെയ്യാനുള്ളത് എന്താണ്? ഒന്ന് റെസിജ്വൽ പ്ലോട്ട്സ്. ഒന്നെന്താണ്? റെസിജ്വൽ പ്ലോട്ട്സ്, അതായത് ഗ്രാഫിക്കലി നമുക്ക് റെപ്രസെൻ്റ് ചെയ്യാം. രണ്ട് ടെസ്റ്റുകളാണ് നമുക്ക് പഠിക്കാനുള്ളത്, ബ്രൂഷ് പാഗൻ ടെസ്റ്റും വൈറ്റ് ടെസ്റ്റും. അതെന്താണെന്ന് നിങ്ങൾ പഠിക്കേണ്ട കേട്ടോ. ബ്രൂഷ് പാഗൻ ടെസ്റ്റും വൈറ്റ് ടെസ്റ്റും അപ്പം എന്തിനുള്ളതാണ്? ടു ഡിറ്റർമിൻ ദ ഹെട്രോസ്കെഡാസ്റ്റിസിറ്റി. ഹെട്രോസ്കെഡാസ്റ്റിസിയെ ഡിറ്റക്ട് ചെയ്യാനുള്ളതാണ് എന്ത്? ബ്രൂഷ് പാഗൻ ടെസ്റ്റും വൈറ്റ് ടെസ്റ്റും. ഇനി ഈ ഹെട്രോസ്കെഡാസ്റ്റിസിറ്റി വന്നു കഴിഞ്ഞാൽ അതിൻ്റെ സൊല്യൂഷൻ എന്താണ്? ഒന്ന്, യൂസ് റോബസ്റ്റ് സ്റ്റാൻഡേർഡ് എറേഴ്സ്. രണ്ട്, അപ്ലൈ വെയ്റ്റഡ് ലീസ്റ്റ് സ്ക്വയർ, WLS. അതെന്താണെന്നുള്ളതൊന്നും നിങ്ങൾക്ക് പഠിക്കേണ്ട ആവശ്യമില്ല. അതൊക്കെ നമ്മൾ PhDയുടെ കോഴ്സ് വർക്കൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് വരേണ്ട സംഭവങ്ങളാണ്. സോ ഹെട്രോസ്കെഡാസ്റ്റിസിയെ ഡിറ്റക്ട് ചെയ്യാനുള്ളതാണെന്ത്? ഒന്ന് റെസിജ്വൽ പ്ലോട്ട്, പ്ലോട്ടിംഗ് എറർ അഗെയിൻസ്റ്റ് എക്സ്. രണ്ട്, ബ്രൂഷ് പാഗൻ ടെസ്റ്റ് അല്ലെങ്കിൽ വൈറ്റ് ടെസ്റ്റ്. അതുപോലെ തന്നെ സൊല്യൂഷൻ എന്താണ്? റോബസ്റ്റ് സ്റ്റാൻഡേർഡ് എറർ യൂസ് ചെയ്യുക അല്ലെങ്കിൽ വെയ്റ്റഡ് ലീസ്റ്റ് സ്ക്വയർ നമ്മൾ എന്ത് ചെയ്യുക? അപ്ലൈ ചെയ്യുക. ഓക്കെ, ഇനിയുള്ളതാണെന്ത്? നോ ഓട്ടോ കോറിലേഷൻ. എന്താണ് നോ ഓട്ടോ കോറിലേഷൻ? നോ ഓട്ടോ കോറിലേഷൻ. അപ്പോൾ ആദ്യം എന്താണ് ഓട്ടോ കോറിലേഷൻ എന്നുള്ളതാണ്. വെയിറ്റ്, വാട്ട് ഈസ് ഓട്ടോ കോറിലേഷൻ? സോ in a regression model, no auto correlation means that the error term are not correlated with each other across different observations. അതായത് നമുക്ക് രണ്ട് ഇപ്പോൾ ഫെബിനയുടെ കൺസംഷൻ ഫംഗ്ഷനാണ് C is equal to അല്ലെങ്കിൽ X is equal to or C is equal to Y is equal to whatever alpha plus beta
1 പ്ലസ് ബീറ്റ 2 പ്ലസ് യു ഐ. ഈ ബീറ്റ 1 എന്തായിരിക്കാം? ഒരു പക്ഷേ ഇങ്ക് ആയിരിക്കാം. ബീറ്റ 2 ഒരു പക്ഷേ ഷവർമ ആയിരിക്കാം. കാരണം ഷവർമ കണ്ടാൽ ഫെബിനൊക്കെ കൺട്രോൾ പോകുന്നുണ്ടെങ്കിൽ അതങ്ങനെ കൊടുക്കും. ഇനി ഞാൻ നഈമയുടെ എഴുതാണ് ആൽഫ പ്ലസ് ബീറ്റ 1 പ്ലസ് ബീറ്റ 2 പ്ലസ് യു ഐ. ഇവിടെ നഈമയുടെ കേസിൽ ബീറ്റ 1 എന്തായിരിക്കാം? ഒരു പക്ഷേ ഉപ്പാൻ്റെ ഇങ്ക് ആയിരിക്കാം. കാരണം ഉപ്പയാണ് നഈമക്ക് എന്ത് ചെയ്യുന്നത്? ഇങ്ക പോക്കറ്റ് മണി കൊടുക്കുന്നത്. ഫെബിന് എന്താണ്? സ്വന്തം വർക്ക് ചെയ്തിട്ട് എന്തെങ്കിലും വർക്ക് ചെയ്തിട്ട് പൈസ ഉണ്ടാക്കുന്നുണ്ട്. ബീറ്റ 2 എന്താണ്? അതൊരു പക്ഷേ ബസ് ചാർജ് ആയിരിക്കാം. കാരണം നിത്യവും കോട്ടക്കിൽ പോയി വരേണ്ടതുണ്ട്. ഇനി ഞാൻ എൻ്റെത് എഴുതുകയാണ് ആൽഫ പ്ലസ് ബീറ്റ ഐ പ്ലസ് ബീറ്റ 2. എൻ്റെത് എന്തായിരിക്കും? എനിക്ക് സ്വന്തമായിട്ട് ജോലി ഉള്ളതുകൊണ്ട് ഒന്ന് എൻ്റെ സാലറി ആയിരിക്കും. ബീറ്റ 2 എന്തായിരിക്കും? മേ ബി മന്തി ആയിരിക്കും. എനിക്ക് മന്തി കുഴിമന്തി ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എന്തായി? അടുത്തതുമായി. ഇനി ലാസ്റ്റത്തെ എന്താണ്? എല്ലായിടത്തും എറർ ടേം നമ്മൾ ഒമിറ്റ് ചെയ്ത വേരിയബിൾസ് ഉണ്ട്. ഇവിടെ ഓട്ടോ കോറിലേഷൻ നമ്മൾ ഉദ്ദേശിക്കുന്നത് എറർ ടേംസ് അക്രോസ് ഡിഫറെൻറ്റ് ഒബ്സർവേഷൻ ഷുഡ് ബി അൺകോറിലേറ്റഡ്. ഇതാണ് ഒബ്സർവേഷൻ 1 ഫെബിനയുടേത്, ഒബ്സർവേഷൻ 2 നൈമ, ഒബ്സർവേഷൻ 3 ഫവാസ്. ഈ മൂന്നാളുടെയും എറർ ടേമുകൾ തമ്മിൽ ബന്ധം പാടില്ല. അതാണ് സിംപ്ലി പറയുകയാണെങ്കിൽ ഓട്ടോ കോറിലേഷൻ എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഓട്ടോ കോറിലേഷൻ മീൻസ് നോ സീരിയൽ കോറിലേഷൻ ഓഫ് എറർ ടേംസ്. എറർ ടേംസ് തമ്മിൽ എന്ത് പാടില്ല? കോറിലേഷൻ പാടില്ല എന്നുള്ളതാണ്. ഇഫ് എറർ ടേംസ് ആർ കോറിലേറ്റഡ് ദ മോഡൽ എക്സിബിറ്റ് ഓട്ടോ കോറിലേഷൻ. ടൈം സീരീസ് ഡാറ്റ ഇത് വളരെ കോമൺ ആണ്. സോ വി ഹാവ് 2 kind of data. One is ടൈം സീരീസ് ഡാറ്റ ആൻഡ് അനദർ വൺ ഈസ്, ഫെബിനൊക്കെ അറിയോ അടുത്തത് ഏതാന്നുള്ളത്? ഇല്ല സർ. നമുക്ക് ടൈം സീരീസ് ഡാറ്റ ഉണ്ട്. ടൈം സീരീസ് ഡാറ്റ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്, ഒരു മിനിറ്റ് കേട്ടോ, ടൈം സീരീസ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ടൈമുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ഡാറ്റയാണ്. അതായത് GDP ഗ്രോത്ത് റേറ്റ്. GDP നമ്മൾ എന്താ പറയല്? 2011 GDP, 2021 GDP, 2024 GDP. ടൈം റിലേറ്റഡ് ആണ്. അതായത് ടൈം സീരീസ് ഡാറ്റ ഈസ് ഒബ്സർവേഷൻ റെക്കോർഡഡ് സബ്സിക്വൻ്റ്ലി ഓവർ ടൈം ആണ്. അതായത് ഈച്ച് ഡാറ്റ പോയിന്റ് ടൈം സീരീസ് ഈസ് അസോസിയേറ്റഡ് വിത്ത് എ സ്പെസിഫിക് ടൈം സ്റ്റാമ്പ് സച്ച് ആസ് ഹവർ, ഡേ, മന്ത്ലി, ഇയർലി. ഇതിനൊക്കെയാണ് നമ്മൾ എന്താ പറയുക? ടൈം സീരീസ് ഡാറ്റ എന്ന് പറയാം. അടുത്തതാണ് എന്ത്? ക്രോസ് സെക്ഷണൽ ഡാറ്റ. ക്രോസ് സെക്ഷണൽ ഡാറ്റ എന്ന് പറഞ്ഞാൽ സിംഗിൾ പോയിന്റ് ഇൻ ടൈം മൾട്ടിപ്പിൾ എൻറ്റിറ്റീസ്. അതായത് ഇപ്പോൾ ഞാൻ തന്നെ ഒരു എക്സാമ്പിൾ പറയാട്ടോ. ഇത് ഒരു പക്ഷേ എക്സാമിൻ്റെ പോയിന്റ് ഓഫ് വ്യൂ ഇമ്പോർട്ടൻ്റ് ആവട്ടെ, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. 2023 ഫെബിനയുടെ കൺസംഷൻ 2000 രൂപയാണ്. 2024 ഫെബിനയുടെ കൺസംഷൻ 3000 രൂപയായി. 2025 ഫെബിനയുടെ കൺസംഷൻ 3800 രൂപയായി. ഇതെന്താണ്? ഇത് ടൈം സീരീസ് ആണ്. അതായത് ടൈം, ഇയർ എന്ന് പറയുന്ന ടൈമിനോട് റിലേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇവിടെ പറയുന്നത്. ഇനി രണ്ടാമത്താണെന്ത്? ക്രോസ് സെക്ഷണൽ ഡാറ്റ. ക്രോസ് സെക്ഷണൽ ഡാറ്റ സിംഗിൾ ടൈം പോയിന്റ് ആയിരിക്കും. അതായത് 2023 ഫെബിനയുടെ കൺസംഷൻ 2000, വെയിറ്റ്, ഫെബിനയുടെ കൺസംഷൻ 2000, നഈമ 3000, ഹർഷാന 4000, ഷാന 2000. അതായത് മനസ്സിലായോ? അത് ഒരു സെയിം പോയിന്റ് തന്നെ നമ്മൾ സെയിം ടൈമിൽ തന്നെ എന്താണ് ഡിഫറെൻ്റ് ആയിട്ട് വരുന്നതാണ് ക്രോസ് സെക്ഷണൽ ഡാറ്റ. ടൈം സീരീസ് ആണെങ്കിലോ ഒബ്സർവേഷൻ റെക്കോർഡ് അറ്റ് റെഗുലർ ടൈം ഇൻ്റർവെൽ. അതാണ് ടൈം സീരീസ് ഡാറ്റ. ഓക്കെ, ഞാൻ ജസ്റ്റ് സ്പേസ് ഉണ്ടോ നോക്കട്ടെ എഴുതാൻ കേട്ടോ. ഓക്കെ, ഞാനിവിടെ എഴുതുന്നുണ്ട്. അയ്യോ, ഇത് ആൻസർ ആണല്ലേ. ഓക്കെ, ഞാനിവിടെ ജസ്റ്റ്, കാരണം നിങ്ങൾക്ക് ഇത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ നിങ്ങളുടെ എക്കണോമെട്രിക്സിനും സ്റ്റാറ്റിസ്റ്റിക്സിലൊക്കെ. ഫസ്റ്റത്താണെന്ത്? ടൈം സീരീസ് ഡാറ്റ. ഒന്ന് ടൈം സീരീസ്. ടൈം സീരീസ് ഡാറ്റ എന്താണ്? ഒബ്സർവേഷൻസ്
recorded at regular time interval. Regular time intervals. GDP 2021, 2001, 2011 ഇതൊക്കെ എന്താണ് ടൈം സീരീസ് ഡാറ്റയാണ്. രണ്ടാമത്താണ് എന്ത് ക്രോസ് സെക്ഷണൽ ഡാറ്റ. ക്രോസ് സെക്ഷണൽ ഡാറ്റ. ക്രോസ് സെക്ഷണൽ ഡാറ്റയിലേക്ക് പോകുമ്പോഴോ ഡാറ്റ collected at a single point. Data collected at a single point. Single point in time. Data collected at a single point in time across multiple entities. Across multiple entities. Across multiple entities. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 2023 ഫെബിനിൻ്റെ കൺസംഷൻ, 2024 ഫെബിനിൻ്റെ കൺസംഷൻ, 2025 ഫെബിനിൻ്റെ കൺസംഷൻ അത് ടൈം സീരീസ് ആണ്. ഇനി അതല്ല 2023 ഫെബിനിൻ്റെ കൺസംഷൻ, 2023 നൈമിൻ്റെ കൺസംഷൻ, 2023 ഫവാസിൻ്റെ കൺസംഷൻ അതെന്താണ് ക്രോസ് സെക്ഷണൽ ഡാറ്റയാണ്. ഇനി നമുക്ക് എന്തുണ്ട് പാനൽ ഡാറ്റ ഉണ്ട്. പാനൽ ഡാറ്റ. പാനൽ ഡാറ്റ എന്ന് പറഞ്ഞാൽ combination of time series and cross sectional data. നമ്മൾ എന്ത് ചെയ്യാണ് ക്രോസ് സെക്ഷണൽ ഡാറ്റയും അതുപോലെ തന്നെ പാനൽ ഡാറ്റയും ഒരുപോലെ കമ്പൈൻ ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയുക പാനൽ ഡാറ്റ എന്ന് പറയാം. ഇത് മറന്നു പോരുത് കേട്ടോ. ടൈം സീരീസ് ഡാറ്റ എന്ന് പറഞ്ഞാൽ എന്താണ് ഒബ്സർവേഷൻ റെക്കോർഡ് അറ്റ് റെഗുലർ ടൈം ഇൻ്റർവെൽസ്. ക്രോസ് സെക്ഷണൽ ഡാറ്റ എന്ന് പറഞ്ഞാൽ എന്താണ് ഡാറ്റ കളക്റ്റഡ് അറ്റ് എ സിംഗിൾ പോയിന്റ് ഓഫ് ടൈം ഫോർ ഡിഫറെൻറ്റ് എൻറ്റിറ്റീസ്. പാനൽ ഡാറ്റ എന്ന് പറഞ്ഞാലോ കോമ്പിനേഷൻ ഓഫ് ബോത്ത് ടൈം സീരീസ് ആൻഡ് ക്രോസ് സെക്ഷണൽ ഡാറ്റ. ഓക്കെ, അപ്പോൾ നമ്മൾ ഓട്ടോ കോറിലേഷനിലെത്തി. അപ്പോൾ ഓട്ടോ കോറിലേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഓട്ടോ കോറിലേഷൻ എന്ന് പറഞ്ഞാൽ എറർ ടേംസ്, ഡിഫറൻറ്റ് എറർ ടേംസ് എന്ത് ചെയ്യരുത് ഒരു റിലേഷൻഷിപ്പും പാടില്ല എന്നുള്ളതാണ്. സോ വി ഹാവ് ടു കൈൻഡ് ഓഫ് ഓട്ടോ കോറിലേഷൻസ്. വൺ എന്താണ് പോസിറ്റീവ് ഓട്ടോ കോറിലേഷൻ, അതായത് ഒരു പാസ്റ്റ് എറർ ടേംസ് ഫ്യൂച്ചർ എറർ ടേംസിനെ പ്രഡിക്റ്റ് ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയുക പോസിറ്റീവ് ഓട്ടോ കോറിലേഷൻ എന്ന് പറയാം. അതായത് 2021 നമ്മുടെ എറർ ടേംസ് 2022 എറർ ടേംസിനെ പ്രഡിക്റ്റ് ചെയ്യുകയാണെങ്കിൽ അതിന് നമ്മൾ എന്ത് പറയും പോസിറ്റീവ് ഓട്ടോ കോറിലേഷൻ എന്ന് പറയും. ഇനി നെഗറ്റീവ് ഓട്ടോ കോറിലേഷൻ ആണെങ്കിലോ നെഗറ്റീവ് എറേഴ്സ് ആണ് ഉള്ളത് എന്നുണ്ടെങ്കിൽ, അതായത് നമുക്ക് അവിടെ വലിയ റിലേഷൻഷിപ്പ് കോറിലേഷൻ ഉണ്ട്, പക്ഷെ അതെന്തല്ല ആദ്യം പോസിറ്റീവ് കോറിലേഷൻ കാണിച്ചിട്ടാണ് നെഗറ്റീവ് എറർ കാണിക്കുന്നത് എന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയുക നെഗറ്റീവ് കോറിലേഷൻ എന്ന് പറയാം. ഇനി ഇവിടുത്തെ ഇമ്പോർട്ടൻസ് വരുന്നത് ഒന്ന് കോൺസിക്വൻസസ് ആണ്. ഒന്നെന്താണ് OLS എസ്റ്റിമേറ്റർ ഒന്ന് അൺബയാസ്ഡ് ആയി തന്നെ ആയിരിക്കും, പക്ഷേ ഇൻഎഫിഷ്യൻ്റ് ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞ ഹെട്രോസ്കെഡാസ്റ്റിസിറ്റിയുടെ സെയിം കോൺസിക്വൻസസ് ആണ്. അതുപോലെ തന്നെ സ്റ്റാൻഡേർഡ് എറർ എന്തായിരിക്കും ഇൻകറക്റ്റ് ആണ്, ഹൈപ്പോത്തിസിസ് ടെസ്റ്റിങ്ങിന് എന്തെയും എഫക്റ്റ് ചെയ്യും. ഇനിയുള്ളതാണ് നമുക്ക് ഇമ്പോർട്ടൻ്റ്. ഓട്ടോ കോറിലേഷനെ നമ്മളെങ്ങനെ ഡിറ്റക്റ്റ് ചെയ്യുക? ഒന്ന് ഡർബിൻ വാട്സൺ ടെസ്റ്റ് ഓർ ഫസ്റ്റ് ഓർഡർ ഓട്ടോ കോറിലേഷൻ. രണ്ടും നമ്മൾ ഒന്ന് തന്നെയാണ് കേട്ടോ, ഡർബിൻ വാട്സൺ ടെസ്റ്റ്. അപ്പോൾ എക്സാമിന് ചിലപ്പോൾ ചോദിക്കൽ ഇതാണ് ഡർബിൻ വാട്സൺ ടെസ്റ്റ് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ഡിറ്റക്ഷൻ ഓഫ് ഓട്ടോ കോറിലേഷൻ, ഡിറ്റക്ഷൻ ഓഫ് ഹെട്രോസ്കെഡാസ്റ്റിസിറ്റി, ഡിറ്റക്ഷൻ ഓഫ് മൾട്ടി കോളിനിയാരിറ്റി, മൂന്നെണ്ണത്തിനും അതിലേതെങ്കിലും ഒന്ന് ആൻസർ എഴുതേണ്ടി വരും. അല്ലെങ്കിൽ നേരെ തിരിച്ചു ചോദിക്കും ഓട്ടോ കോറിലേഷനെ സെലക്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഓട്ടോ കോറിലേഷനെ ഡിറ്റക്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ടെസ്റ്റ് ഏതാണ്? ഡർബിൻ വാട്സൺ ടെസ്റ്റ്, ഡർബിഞ്ചർ ടെസ്റ്റ്, ചൈ സ്ക്വയർ ടെസ്റ്റ്, പി സ്ക്വയർ ടെസ്റ്റ്. 4 ടെസ്റ്റ് തരും. നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? ഡർബിൻ വാട്സൺ ടെസ്റ്റ് അതിന് ടിക്ക് ചെയ്യേണ്ടി വരും. അതുപോലെ തന്നെ നമുക്ക് എന്ത്
ബ്രുഷ് ആൻഡ് ഗോഡ്ഫ്രൈ ടെസ്റ്റ്. ബ്രുഷ് ആൻഡ് ഗോഡ്ഫ്രൈ ടെസ്റ്റ് എന്തിനുള്ളതാണ്? ഇറ്റ് ഈസ് ആൾസോ ഫോർ ഡിറ്റക്ടിങ് ദ ഓട്ടോ കോറിലേഷൻ. ഇനി സൊല്യൂഷൻ എന്താണ്? ഒന്ന് ജനറലൈസ്ഡ് ലീസ്റ്റ് സ്ക്വയർ, ജനറലൈസ്ഡ് ലീസ്റ്റ് സ്ക്വയർ മെത്തേഡ്. രണ്ട് ഇൻക്ലൂഡ് ലാഗഡ് ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ. ടൈം സീരീസ് മോഡലിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ലാഗഡ് ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ ഇത് മറന്നു പോരുത്, ഡർബിൻ വാട്സൺ ടെസ്റ്റും അതുപോലെ തന്നെ ലാഗഡ് ഡിപ്പെൻഡൻറ്റ് വേരിയബിളും. ഇനി ഏറ്റവും ലാസ്റ്റത്തതാണ് എന്ത്? നോർമാലിറ്റി ഓഫ് എറർ ടേംസ്. അത് നമ്മൾ പൊതുവേ സ്മാൾ സാമ്പിളിനാണ് യൂസ് ചെയ്യല്. ഹൈ സാമ്പിൾ, ഒരുപാട് തൗസൻഡ്സ് ഓഫ് സാമ്പിൾസ് ഒക്കെ ആണെങ്കിൽ അവിടെ എന്തുണ്ടാവില്ല? നോർമലി ഇത് ഉണ്ടാവാറില്ല. ദ എറർ ടേം ഷുഡ് ബി നോർമലി ഡിസ്ട്രിബ്യൂട്ടഡ്. എറർ ടേം എന്തായിരിക്കണം? നോർമലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം. നോർമൽ ഡിസ്ട്രിബ്യൂഷൻ, അതായത് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ വിത്ത് എ, നോർമൽ ഡിസ്ട്രിബ്യൂഷൻ്റെ കൂടെ തന്നെ ഇവിടെ വേണ്ട ഒന്നാണ് എന്ത്? സീറോ ആൻഡ് കോൺസ്റ്റന്റ് വേരിയൻസ്. സീറോ ആൻഡ് കോൺസ്റ്റന്റ് വേരിയൻസ്. എറർ ടേംസ് ഷുഡ് ബി നോർമലി ഡിസ്ട്രിബ്യൂട്ടഡ് പ്ലസ് സീറോ ആൻഡ് കോൺസ്റ്റന്റ് വേരിയൻസ്. ഇതാണ് ഇവിടെ എറർ ടേം. എന്താണ്? നോർമലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം. വേരിയൻസ് എന്തായിരിക്കണം? സീറോയും കോൺസ്റ്റൻറ്റും ആയിരിക്കണം എന്നുള്ളതാണ്. സോ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ വളരെ സ്മോൾ സാമ്പിൾസിന് മാത്രമേ എന്ത് ചെയ്യുള്ളൂ? ഈ ഒരു അസംഷൻ നമുക്ക് കണ്ടെത്താൻ പറ്റുള്ളൂ. അഥവാ നമ്മുടെ സാമ്പിൾസ് ഹൈ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? സെൻട്രൽ ലിമിറ്റ് തിയറം, CLT യൂസ് ചെയ്യും to ensure that OLS estimators are approximately normally distributed even if the error terms are not normal. Error terms ആ സമയത്ത് എറർ ടേംസ് നോർമൽ അല്ലെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സെൻട്രൽ ലിമിറ്റ് തിയറം യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളത്. അതൊന്നും എന്താ നമുക്കിപ്പോൾ പഠിക്കാനില്ല കേട്ടോ. എന്താണ് സെൻട്രൽ ലിമിറ്റ് തിയറം എന്നൊക്കെ നമ്മളിതൊക്കെ ഡിസ്കസ് ചെയ്യുകയാണെങ്കിൽ ഇതൊരു എക്കണോമെട്രിക്സിൻ്റെ ഒരു കംപ്ലീറ്റ് ക്ലാസ് ആയി പോകും, അല്ലെങ്കിൽ ഒരു വലിയൊരു ഗ്രൂപ്പ് ഓഫ് സ്റ്റഡീസ് നമ്മൾ കണ്ടക്ട് ചെയ്യേണ്ടി വരും. ഇനി എങ്ങനെയാണ് നമ്മളിത് ഡിറ്റക്ട് ചെയ്യുക? ഒന്ന്, ഹിസ്റ്റോഗ്രാംസ് ഓഫ് റെസിജ്വൽസ്. ഹിസ്റ്റോഗ്രാംസ് ഓഫ് റെസിജ്വൽസ്. റെസിജ്വൽ എറേഴ്സിൻ്റെ ഹിസ്റ്റോഗ്രാംസ് പറഞ്ഞാൽ എന്താ? ഗ്രാഫുകൾ. ഈ ഗ്രാഫുകൾ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇത് കണ്ടെത്താൻ പറ്റും. അതുപോലെ തന്നെ ജാർക്കോ-ബേറ ടെസ്റ്റ്. ഈ ടെസ്റ്റും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഈ ഒരു സാധനം കണ്ടെത്താൻ വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ സൊല്യൂഷൻ എന്താണ്? ഒന്ന്, നോൺ പാരാമെട്രിക് ടെസ്റ്റ് നമുക്ക് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ ലോഗ് ട്രാൻസ്ഫോർമേഷൻ, സ്ക്യൂവേഡ് ഡാറ്റ. വാട്ട് ഈസ് നോർമൽ ഡാറ്റ? നമ്മൾ നോർമൽ ഡാറ്റൻ്റെ ഗ്രാഫ് ഇങ്ങനെ ആയിരിക്കും ഉണ്ടാവുക, നോർമൽ ആയിരിക്കും. ഇത് സ്ക്യൂഡ് ആയിപ്പോയില്ലേ, സോറി. ഓക്കെ, ഇതാണ് നോർമൽ ഡാറ്റ. സ്ക്യൂഡ് ഡാറ്റ ആണെങ്കിലോ ഏതെങ്കിലും ഒരു ഭാഗത്തേക്ക് സ്ക്യൂ ചെയ്യും. ഇതാണ് സ്ക്യൂഡ് ഡാറ്റാസ്. അപ്പോൾ സ്ക്യൂഡ് ഡാറ്റയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വി ക്യാൻ യൂസ് ദ ലോഗ് ട്രാൻസ്ഫോർമേഷൻ. നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ ഇതുവരെ പറഞ്ഞതൊക്കെ ഇവിടെ ഉണ്ട്, ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക. ലീനിയാരിറ്റി അസംഷൻ ആണ്. അത് വയലൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്തുണ്ടാവും? മോഡലിൽ മിസ്സ്പെസിഫിക്കേഷൻ സംഭവിക്കും. സൊല്യൂഷൻ എന്താണ്? ട്രാൻസ്ഫോം വേരിയബിൾ ആണ്. ലോഗോ, പോളിനോമൽ റിഗ്രഷനോ ഒക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിനെ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. റാൻഡം സാമ്പിളിംഗ് ആണ്. റാൻഡം സാമ്പിളിംഗ് അല്ലെങ്കിൽ അതിനെന്ത് ചെയ്യാൻ പറ്റും? ബയാസ്ഡ് എസ്റ്റിമേഷൻ ഉണ്ടാവും. ഡാറ്റ കളക്ഷൻ റാൻഡ് ആയിരിക്കണം, നമ്മൾ മസ്റ്റ് ആക്കിയിരിക്കണം. രണ്ട്, നോ മൾട്ടി പാടില്ല, വിച്ച് മീൻസ് അൺസ്റ്റേബിൾ കോഎഫിഷ്യൻറ്റും ഹൈ സ്റ്റാൻഡേർഡ് എററും ഉണ്ടാവും. അതിൻ്റെ വഴി എന്താണ്? ഡ്രോപ്പ് കോറിലേറ്റഡ് വേരിയബിൾസ് USPCA. രണ്ട്, സീറോ കണ്ടീഷൻ മീൻ ഓർ എറർ എന്തായിരിക്കണം? സീറോ കണ്ടീഷൻ മീൻ എന്നുള്ളതാണ്. അതിൻ്റെ കോൺസിക്വൻസസ് എന്താണ്? വേരിയബിൾ എന്ത് ചെയ്യും? ഒമിറ്റഡ് വേരിയൻസ് വരും, ബയാസ് വരും, എൻഡോജിനിറ്റി വരും. യൂസ് ഓഫ് ഇൻസ്ട്രുമെൻ്റൽ വേരിയബിൾസ് നമുക്ക് IV യൂസ് ചെയ്യാൻ പറ്റും. ഹോമോസ്കെഡാസിറ്റി ആണെങ്കിലോ ഇൻഎഫിഷ്യൻ്റ് വയർലെസ് എന്ന് പറയുന്നത് ഓർഡിനറി ലീസ്റ്റ് സ്ക്വയർ മെത്തേഡ്. ഇൻകറക്റ്റ് സ്റ്റാൻഡേർഡ് എറർ. അതിൻ്റെ പരിഹാരം എന്താണ്? യൂസ് ഓഫ് റോബസ്റ്റ് സ്റ്റാൻഡേർഡ് എറർ
WLS വെയ്റ്റഡ് ലീസ്റ്റ് സ്ക്വയർ മെത്തേഡ്. ഇനി നോ ഓട്ടോ കോറിലേഷൻ. നോ ഓട്ടോ കോറിലേഷൻ ആണെങ്കിലോ ഇൻഎഫിഷ്യൻ്റ് OLS, ഓർഡിനറി ലീസ്റ്റ് സ്ക്വയർ മെത്തേഡ് ഇൻഎഫിഷ്യൻ്റ് ആണ്. ഇൻകറക്റ്റ് ഹൈപ്പോത്തിസിസ് ടെസ്റ്റിംഗ്. അവിടെ എന്താണ് GLS ന്യൂലി വെസ്റ്റ് സ്റ്റാൻഡേർഡ് എറർ. നമുക്ക് എന്ത് ചെയ്യാം, ഒന്നെങ്കിൽ GLS യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ന്യൂസി വെസ്റ്റ് സ്റ്റാൻഡേർഡ് എറർ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതെന്താണെന്നൊന്നും നിങ്ങൾ പഠിച്ചു വെക്കണ്ട കേട്ടോ, ജസ്റ്റ് അതിൻ്റെ പേര് മാത്രം ഓർത്ത് വെച്ചാൽ മതി. അതുപോലെ തന്നെ നോർമാലിറ്റി ഓഫ് എറേഴ്സ് ആണെങ്കിലോ അഫക്റ്റ് ഹൈപ്പോത്തിസിസ് ടെസ്റ്റിംഗ് സ്മാൾ സാമ്പിൾസ്. സ്മാൾ സാമ്പിൾസിലാണ് എന്ത് ചെയ്യുക നോർമാലിറ്റി എറർ ഉണ്ടാവുക. ഹൈ അല്ലെങ്കിൽ ബിഗ് ഡാറ്റയിലേക്ക് പോകുമ്പോഴോ ദർ വോണ്ട് ബി എനി നോർമാലിറ്റി എറർ. നമുക്ക് അവിടെ എന്ത് ചെയ്യാൻ പറ്റും, ലാർജ് സാമ്പിൾസ് അല്ലെങ്കിൽ ബൂസ്റ്റ് സ്ട്രാപ്പിംഗ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും ലാർജ് സാമ്പിൾസ് ഉണ്ട്. ഓക്കെ, ഇനി നമുക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂ ചോദിക്കുന്ന ഒരു പ്രധാനപ്പെട്ട 2-3 ക്വസ്റ്റ്യൻസ് നോക്കാം. ഒന്ന് ജസ്റ്റ് ഒന്ന് പറയാൻ നോക്ക് ഫെബിന. വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് നോട്ട് ആൻ അസംഷൻ ഓഫ് ദ ക്ലാസിക്കൽ ലീനിയർ റിഗ്രഷൻ മോഡൽ? നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്താണ് ക്ലാസിക്കൽ ലീനിയർ റിഗ്രഷൻ മോഡൽ. പെർഫെക്റ്റ് മൾട്ടി കോളിനിയാരിറ്റി ആണോ, ഹോമോ സ്കെഡാസ്റ്റിസിറ്റി ആണോ, നോ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ മസ്റ്റ് ബി നോർമലി ഡിസ്ട്രിബ്യൂട്ടഡ് ആണോ, നോ കണ്ടീഷണൽ മീൻ ഫോർ എറേഴ്സ് ആണോ? മൂന്നാമത്തെ ആണോ? നോ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ് മസ്റ്റ് ബി നോർമലി ഡിസ്ട്രിബ്യൂട്ടഡ് അല്ലേ? യെസ്, മൂന്നാമത്താണ്. വിച്ച് ഈസ് ദ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ മസ്റ്റ് ബി നോർമലി ഡിസ്ട്രിബ്യൂട്ടഡ് അല്ലേ? നമ്മൾ ഈ മസ്റ്റ് ബി നോർമലി ഡിസ്ട്രിബ്യൂട്ടഡ് നമ്മൾ ഏതിലേക്കാണ് ചേർക്കേണ്ടത്? നോർമലി എറർ ടേമിലേക്കാണ്. എറർ ടേമാണ് എന്ത് ചെയ്യേണ്ടത്, അങ്ങനെ ആവേണ്ടത്, ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ അല്ല എന്നുള്ളതാണ്. നെക്സ്റ്റ്, വാട്ട് ഈസ് ദ ഹോമോസ്കെഡാസ്റ്റിസിറ്റി ഇൻ റിഗ്രഷൻ അനാലിസിസ്? The error term must have constant variance ആണോ? The error term have a normal distributed ആണോ? The error terms are correlated over time ആണോ? Independent variables are highly correlated ആണോ? അറിയില്ല സർ. സാരമില്ല. അതായത് നിങ്ങൾ ഒന്നാമത് ഈ ഒരു ഏരിയയിലേക്ക് നിങ്ങൾ പുതുതായിട്ടാണ് ഇത് വായിക്കുക. ഞാൻ PPT ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ PPT എന്ത് ചെയ്യുക, മസ്റ്റായിട്ടും വായിക്കുക. അതിനാണ് ഒന്നാമത്തെ പരിഹാരം കേട്ടോ. കുഴപ്പമില്ലാത്തൊരു നോട്ട് ഞാൻ അത്യാവശ്യം റെഫർ ചെയ്ത് ഉണ്ടാക്കിയതാണ്. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇനി വേണമെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി ഗൂഗിൾ ചെയ്താൽ നിങ്ങൾക്ക് യൂട്യൂബിലൊക്കെ ഒന്നും കൂടി നല്ല ക്ലാസ്സുകൾ കിട്ടും. സോ ഇവിടുത്തെ കേസിൽ ഹോമോസ്കെഡാസ്റ്റിസിറ്റി എന്ന് പറഞ്ഞാൽ ദ എറർ ടേംസ് ഹാവ് കോൺസ്റ്റന്റ് വേരിയൻസ് എന്നുള്ളതാണ്. അതായത് ഓപ്ഷൻ എ ആയിരിക്കും എന്ത് ഇവിടുത്തെ ആൻസർ ഉണ്ടാവുക. The error term have a constant variance. The error term have a constant variance. ഇനി which test is commonly used to detect auto correlation in a regression model? റിഗ്രഷൻ മോഡലിൽ ഓട്ടോ കോറിലേഷൻ ഡിറ്റക്ട് ചെയ്യാൻ നമ്മൾ നോർമലി യൂസ് ചെയ്യുന്നത് ഏതാണ്? നമ്മൾ ഡർബിൻ വാട്സൺ ടെസ്റ്റ് ആണ് നോർമലി യൂസ് ചെയ്യാറുള്ളത്. ഡർബിൻ വാട്സൺ ടെസ്റ്റ് അല്ലേ? ഓക്കെ, ഡർബിൻ വാട്സൺ ടെസ്റ്റ് ആണ് നമ്മൾ നോർമലി യൂസ് ചെയ്യാറുള്ളത്. ഇനി വാട്ട് ഈസ് ദ കോൺസിക്വൻസസ് ഓഫ് പെർഫെക്റ്റ് മൾട്ടി കോളിനിയാരിറ്റി ഇൻ എ റിഗ്രഷൻ മോഡൽ? റിഗ്രഷൻ മോഡലിൽ പെർഫെക്റ്റ് മൾട്ടി കോളിനിയാരിറ്റി ഉണ്ടായ എന്താ ഉണ്ടാവുക? എസ്റ്റിമേറ്റഡ് കോഎഫിഷ്യന്റ് റിമെയിൻ അൺബയാസ്ഡ് ബട്ട് ഇൻഎഫിഷ്യന്റ്. ദ റിഗ്രഷൻ കോഎഫിഷ്യന്റ് cannot be estimated. The regression model become heteroscedastic. The residuals become normally distributed. ഏതാണ്? ഓപ്ഷൻ ബി ആണോ? റിഗ്രഷൻ കോഎഫിഷ്യന്റ് cannot be estimated. യെസ്, ഓപ്ഷൻ ബി ആണ് എന്ത് ചെയ്യുക ആൻസർ വരിക. ഓക്കെ അല്ലേ? ആണ്. ഓക്കെ, ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോവിങ് ക്യാൻ ബി യൂസ്ഡ് ടു ഡിറ്റക്ട് ഹെട്രോസ്കെഡാസ്റ്റിസിറ്റി? ജസ്റ്റ് ഒന്ന് ഗസ് ചെയ്ത് നോക്ക്, ഏതെങ്കിലും ഒന്ന്. ഡർബിൻ വാട്സൺ ടെസ്റ്റ് ആണോ, ബേഴ്സ്പാഗൻ ഓപ്ഷൻ ടെസ്റ്റ് ആണോ? ബി ആണോ? യെസ്, അഗെയിൻ ഓപ്ഷൻ ബി തന്നെയാണ് ആൻസർ, ബേഷു പാഗൻ ടെസ്റ്റ്. ഓക്കെ, സോ വി ക്യാൻ വൈൻഡ് അപ്പ് ദ സെഷൻ. നമ്മൾ ലാസ്റ്റ് കുറച്ചും കൂടി MCQs ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും,
നമ്മൾ ഈ ഒരു ഏരിയ